السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ അനൽപമായ ഔദാര്യം കൊണ്ട് ഭൂമുഖത്ത് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഭവനത്തിൽ അല്ലാഹുവിൻ്റെ ദീന് കേൾക്കാനും നമ്മുടെ ജീവിതത്തെ വിപുലീകരിക്കുന്നതിന് വേണ്ടിയും ബോധപൂർവമായിട്ടാണ് നമ്മളിവിടെ വന്നു ചേർന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഇസ്ലാമിക കുടുംബവും ഭാവി തലമുറയും എന്നതാണ് നമ്മുടെ വിഷയം. ഇവിടെ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൗടംബികമായ യാഥാർത്ഥ്യ ലോകം അഥവാ കുടുംബ ലോകം അത് ഇത്ര വിശാലമായ അർത്ഥത്തിൽ മനുഷ്യനുള്ളതുപോലെ ജന്തുലോകത്തില്ല. ഉറുമ്പുകളെ സംബന്ധിച്ച്, പക്ഷികളെ സംബന്ധിച്ച് ഒക്കെ പറയുമ്പോൾ അവ നിങ്ങളെപ്പോലെയുള്ള സമൂഹമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ അവയൊക്കെ മനുഷ്യർക്കിടയിലെ കുടുംബ സംവിധാനം പോലെ ഒരു സംവിധാനം, അതിനെ മുൻനിർത്തിയിട്ടുള്ള സൃഷ്ടികളല്ല. അതും ഒന്നുകൂടി ഞാൻ ക്ലിയറായി പറയാം. ഒരു മൃഗവും സാംസ്കാരികമായി ഔന്നിത്യത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറുന്നില്ല. ഒരു മൃഗവും ജീർണതയിലേക്ക് വരിക എന്ന് പറയുന്നതും ഇല്ല. അതായത് ഏതെങ്കിലും ഒരു സൃഷ്ടി ഇങ്ങനെ വളർന്ന് 10ാമത്തെ വയസ്സിലും 15ാമത്തെ വയസ്സിലും ഒക്കെ നല്ല ജീവിതം നയിച്ച് 18 വയസ്സാകുമ്പോൾ ഏറ്റവും മോശമായ ഒരു സൃഷ്ടിയായി ജന്തുലോകം മാറുന്നില്ല. നമ്മൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട് പറയും കഴിഞ്ഞ 10-20 കൊല്ലം ഞങ്ങൾക്കറിയാവുന്ന ഒരാളാണ്, നല്ലൊരു ചെറുപ്പക്കാരനാണ്, എന്നാൽ ഇപ്പോൾ മഹാമോശമാണ്. ഇനി 10-40 കൊല്ലം വളരെ മ്ലേച്ഛനായി ജീവിച്ചു, ഇപ്പൊ അയാൾ പത്തരമാറ്റ് മനുഷ്യനാണ്, നല്ല ആളാണ്. ഈ അവസ്ഥ ജന്തുലോകത്തില്ല. അതാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോയിന്റാണിത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യ ജീവിതത്തിൽ കുടുംബം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ അള്ളാഹുമായി ചേർത്ത് സംസാരിക്കുന്ന രീതി ഇസ്ലാമിനുണ്ട്. അള്ളാഹു ഏറ്റവും വിലമതിക്കുന്നതാണ് കുടുംബ ബന്ധം, കുടുംബം എന്ന സംഭവം. കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ കുടുംബം എഴുന്നേറ്റ് നിന്നു. അള്ളാഹുവിന്റെ കോടാനുകോടി സൃഷ്ടികളിൽ കുടുംബം എന്ന സംവിധാനം അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവേ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം. കുടുംബം എന്ന് പറയുന്ന ഈ മഹാസംവിധാനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം. അവലാതി ബോധിപ്പിക്കുകയാണ്.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുടുംബ ബന്ധം ചേർക്കുന്നവരോട്, അതിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കുന്നവരോട് ഞാനും ബന്ധം ചേർക്കും. കുടുംബ ബന്ധം മുറിക്കുന്നവരോട് ഞാനും ബന്ധം മുറിക്കും. നീ തൃപ്തമാണോ എന്നാണ് ചോദ്യം. കുടുംബബന്ധം അതിന്റെ മഹത്വത്തെ വേവലാതിയായി പരമകാരുണികന്റെ മുമ്പിൽ വെച്ചപ്പോൾ അള്ളാഹു പറയുന്നത്, കുടുംബബന്ധം ചേർക്കുന്നവരുമായി അള്ളാഹു ബന്ധം ചേർക്കും. അപ്പൊ എവിടെ കുടുംബ ശൈഥില്യമുണ്ടോ, എവിടെ മൂത്താപ്പ, എളാപ്പ, ഭാര്യ, ഭർത്താവ്, മക്കൾ ശൈഥില്യമുണ്ടോ, അവരുമായുള്ള ബന്ധം അള്ളാഹു വിച്ഛേദിച്ചിരിക്കുന്നു എന്നറിയുമ്പോഴാണ് ഈ വിഷയത്തിന്റെ മൗലികത നമുക്ക് മനസ്സിലാവുക. ഞാൻ ഒന്നുകൂടി പറയാം. ഇതൊരു വിജ്ഞാന വേദിയാണ്. ജുമയ്ക്ക് കിട്ടുന്ന ഒരു ചിട്ടയും ഒന്നും ജുമയ്ക്ക് ശേഷമുള്ള ക്ലാസ്സുകൾക്ക് കിട്ടില്ല. ജുമ അള്ളാഹുവിന്റെ അപാരമായ ഇടപെടലിന്റെ സംഗതിയാണ്. അതിന് കിട്ടുന്ന അച്ചടക്കവും അതിന് വരുന്ന സമയബന്ധിതമായ കാഴ്ചപ്പാടും അവിടെ ഇരിക്കുന്ന അച്ചടക്കവും ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് കേൾക്കുന്ന എല്ലാവരും ഭാഗ്യവാന്മാരായിക്കൊള്ളണമെന്നില്ല. അബൂജഹൽ, അബൂബക്കർ സിദ്ദീഖ് രണ്ടാളും ക്ലാസ് കേൾക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. അബൂലഹബ് ക്ലാസ് കേട്ടതും വലീദ് ഇബ്നു മുഗീറ ക്ലാസ് കേട്ടതും അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും ഒക്കെ ക്ലാസ് കേട്ടതും ലോകത്തിലെ ആറ്റിക്കുറുക്കി അക്ഷരങ്ങളെ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന തിരുദൂതരുടെ പ്രസംഗം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ ഒരാളെ ഹിദായത്ത് കിട്ടുന്നു. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകാൻ അബൂബക്കർ സിദ്ദീഖ് പര്യാപ്തനാകുന്നു. എന്നാൽ അഗാധമായ നരകത്തിലാണ് അബൂജഹലിന്റെ സ്ഥാനം. അതേപോലെ നാം ഒക്കെ തന്നെയും ഒരുപാട് ക്ലാസുകൾ കേൾക്കുന്നു. ഒരുപക്ഷെ നാളെ മഹ്ശറയിൽ ഏറ്റവും കൂടുതൽ അധുനാധുന സംവിധാനങ്ങളിലൂടെ മതം കേൾക്കാൻ സൗഭാഗ്യം ലഭിച്ചവർ ആര് എന്ന ചോദ്യത്തിന് നാം എന്നതായിരിക്കാം ഉത്തരം. എല്ലാവിധ സംവിധാനങ്ങളും, അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള എല്ലാവിധ ഭൗതിക പുരോഗതിയും അതെല്ലാം വൈജ്ഞാനികമായി നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ ആളുകൾക്ക് വൃത്തികേട് മതി. നല്ല ഒന്നാം തരം ആരോഗ്യദായകമായ ഭക്ഷണം ഒരു ഭാഗത്ത് വിളമ്പി വെച്ചിരിക്കുന്നു. ഭക്ഷണത്തിന്റെ വേസ്റ്റ് തട്ടിയ പാത്രത്തിൽ കൈയിട്ട് മാന്തി അത് വാരി വിഴുങ്ങുന്നവരെ പോലെയാണ് മൊബൈൽ എന്ന സംവിധാനത്തിലെ വൃത്തികേടുകൾ മാന്തി വിഴുങ്ങുന്നവരും. ഇതിനുള്ളിലൂടെ ലഭിക്കുന്ന തന്നെ താനാക്കി മാറ്റുന്ന, തന്റെ വ്യക്തിത്വത്തെ ജാജ്വല്യമാനമാക്കുന്ന, തന്റെ കുടുംബത്തെ സാംസ്കാരികമായി ഉന്നമനത്തിലെത്തിക്കുന്ന, ഔന്നിത്യത്തിലെത്തിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ സച്ചരിതരുടെ സനാതനമായ ധർമ്മങ്ങളുടെ അനേക വിജ്ഞാന ക്ലാസുകൾ ഈ മൊബൈൽ എന്ന സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത്തരം മേഖലകളിൽ കണ്ണുമുടക്കി നിൽക്കാൻ, കാത് സൂക്ഷിച്ച് കേൾക്കാൻ പലപ്പോഴും നമ്മൾ സന്നദ്ധരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അപജയങ്ങളും ജീർണതകളും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ, കുടുംബവും അതിന്റെ ഇവിടെ ഇസ്ലാമിക കുടുംബം, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ അവരുടെ കുടുംബ സംഗമം വെക്കുന്നുണ്ട്, നിരീശ്വരവാദികൾ അവരുടെ കുടുംബ സംഗമം വെക്കുന്നുണ്ട്, ക്രൈസ്തവരവരുടെ കുടുംബസങ്കല്പം വെക്കുന്നുണ്ട്, ഹൈന്ദവരവരുടെ കുടുംബസങ്കല്പം വെക്കുന്നുണ്ട്, പാശ്ചാത്യരും പൗരസ്യരും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറൊരു ലെവലാണ്. എന്നാൽ ഇവിടെ ഇസ്ലാമിക കുടുംബം, ഇസ്ലാമിക കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ ആ ഭാഗത്തെ ഒന്ന് കുറഞ്ഞ സമയം ഒന്ന് ഫോക്കസ് ചെയ്യാം. ഇസ്ലാമിക കുടുംബം, അപ്പൊ അവിടെ ഒരു പ്രത്യേക അവസ്ഥ വന്നു. ഇസ്ലാമിക കുടുംബമാകുമ്പോൾ മറ്റു കുടുംബങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. അത് മറ്റു കുടുംബങ്ങൾ, ഇത് നല്ലൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾ എടുക്കണം. മറ്റു കുടുംബങ്ങൾ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ചല്ല. അള്ളാഹുവിന്റെ പ്രീതി നോക്കി, റസൂലിന്റെ ചര്യയെ ഇത്തിബാ ചെയ്ത് സച്ചരിതരുടെ പാതയിൽ നിന്ന് അണുകട വ്യതിചലിക്കാതെ രൂപപ്പെടുത്തിയെടുക്കുന്ന ജീവിതമാണ് ഇസ്ലാമിക കുടുംബത്തിന്റെ ജീവിതം.
ഒരു ഇസ്ലാമികേതര സമൂഹത്തിന്റെ കുടുംബവും അല്ലെങ്കിൽ മുസ്ലിമായി ജനിച്ചിട്ട് തന്നെ പ്രമാണത്തെ അവലംബിക്കാത്ത ഒരു വ്യക്തിയുടെ കുടുംബജീവിതവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. അപ്പുറത്തെ വീട്ടിൽ സിനിമാ ഡയലോഗ് ഉയർന്നു കേൾക്കുന്നു, സംഗീതം അരങ്ങ് തകർക്കുന്നു, മുട്ടും വിളിയും ഡിജെയും അതും ഇതുമായി അവിടെ അരങ്ങ് തകർക്കുകയാണ്. എന്നാൽ അപ്പുറത്തുള്ള സത്യവിശ്വാസിയുടെ വീടോ, അത് അല്ലാഹു പറയുന്നുണ്ട് 33-ാം അധ്യായം 34-ാമത്തെ വചനം, ഒരു വിശ്വാസിയുടെ വീട് നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് നോക്കണം, ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കണേ. അല്ലാത്തൊരു പ്രയോഗമാണ്. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആൻ, ഭഗവത്ഗീതയും ഋഗ്വേദവും സാമവേദവും അഥർവവേദവും യജുർവേദവും 108 ഉപനിഷത്തുക്കളുമുള്ള സനാതന ധർമ്മത്തിന്റെ വക്താക്കളുടെ വീട്ടിൽ ഉയർന്നു കേൾക്കുന്നതും ഓൾഡ് ടെസ്റ്റമെന്റും ന്യൂ ടെസ്റ്റമെന്റും ചേർന്ന 66 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ബൈബിളിന്റെ പാരായണവും തെൽമൂദിന്റെ സെന്നവസ്തിന്റെ പാരായണവും സംഗീതജ്ഞന്റെ വീടും ഒരു മുഅ്മിനിന്റെ വീടും തമ്മിലുള്ള വ്യത്യാസമാണ് അല്ലാഹുവിടെ പറയുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുക, ഓതി കേൾപ്പിക്കപ്പെടേണ്ടത്, ഉച്ചത്തിൽ കേൾക്കേണ്ടത് ഖുർആനിന്റെ സുന്നത്തിന്റെ പാരായണമാണ്. മദീനത്തെ തായ്വരകളിൽ വണ്ടിന്റെ മൂളക്കം പോലെ കേട്ടു എന്ന് സച്ചരിതർ രേഖപ്പെടുത്തിയത് അവിടെയുള്ള ഖുർആൻ പാരായണമായിരുന്നു. എന്റെ പിതാവിന് ഇമാമത്ത് നിൽക്കാൻ കഴിയില്ല, അദ്ദേഹം ലോല ഹൃദയനാണ്. ഐഷ, നിന്റെ ഉപ്പാനോട് ഇമാമത്ത് നിൽക്കാൻ പറ. എന്റെ പിതാവ് ലോല ഹൃദയനാണ്. ആവർത്തിച്ചു പറയുന്നു. ഖുർആൻ ഓതിയാൽ കരഞ്ഞു പോകും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ നിൽക്കുന്നു, മിഹ്റാബിൽ നിൽക്കുന്നു, ഖുർആൻ ഓതുന്നു, കരയുന്നു. അവരെ കരയിപ്പിച്ചത് ഖുർആനാണ്. അവരുടെ മനസ്സിൽ ആനന്ദമുണ്ടായത് ഖുർആനാണ്. അവരുടെ ഈമാനിന്റെ വർധനവിന്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ടാണ് വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കും. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കും. ഖുർആന്റെ 8-ാം അധ്യായം 2-ാമത്തെ വചനമാണ്. ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഒരു വിശ്വാസിയുടെ ഭവനം ഖുർആനും സുന്നത്തുമുള്ള ഭവനാകണമെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളൊരു ഇസ്ലാമിക കുടുംബത്തെ കുറിച്ചാണ് ചർച്ച. വരാനിരിക്കുന്ന സമൂഹത്തിന്റെ ഭാവിയും എന്ത് എന്ന ആശങ്കയും പ്രതീക്ഷയും കൈമാറുകയാണ് ഇവിടെ. അങ്ങനെ വരുമ്പോൾ ഒരു വിശ്വാസിയുടെ വീട്, അവിടെയുള്ള അപ്പുറത്തെ വീട്ടിൽ വളരെ മോഡേണായി ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് പുറത്തു പോകുന്നത് ഒരു പെൺകുട്ടി. എന്നാൽ മറയ്ക്കേണ്ടതും വെളിവാക്കാൻ പാടില്ലാത്തതും അന്യന്റെ മുമ്പിൽ മൂടിവെക്കേണ്ടതുമായ എല്ലാ സൗന്ദര്യത്തെയും മറച്ചു വെച്ച് നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ നിയന്ത്രിക്കുന്നത് എന്താ ശരിക്കും? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ലോകത്തെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഡ്രസ്സ് അവള് തിരഞ്ഞെടുത്തിട്ടില്ല, ഇല്ല. മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും സ്ത്രീ ധരിക്കുന്ന ഡ്രസ്സ് ഒരിക്കൽ പോലും സ്ത്രീയുടെ ഇംഗീതത്തിനൊത്ത് സെലക്ട് ചെയ്യപ്പെട്ടതല്ല. ലോകത്തിലെ ഇന്നത്തെ എല്ലാ സ്ത്രീകളുടെ ഡ്രസ്സും പുരുഷനാൽ നിർമ്മിതവും കൽപ്പിതവുമാണ് എന്ന യാഥാർത്ഥ്യം നാം എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ഈമാനുള്ള ഒരു പെണ്ണിന്റെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തതും തിരഞ്ഞെടുത്തതും അവളുടെ ഭർത്താവിന്റെ ഇഷ്ടത്തിനൊത്തല്ല. അല്ല, അവളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അജയ്യനും അനുപമനും അദ്വിതീയനും അപ്രാപ്യനും പ്രപഞ്ചാതീതനും പരമകാരുണ്യനും അളവറ്റ ദയാവരനുമായ റബ്ബിന്റെ വിധിപ്രകാരമാണ് ഒരു പെണ്ണിനെ അവളുടെ വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത്. അവൾക്ക് പറയാൻ കഴിയും, സുമതി, ആമിന, നിന്റെ ഡ്രസ്സും എന്റെ ഡ്രസ്സും തമ്മിലുള്ള വ്യത്യാസം, നിന്റെ ഡ്രസ്സ് നിന്റെ ഭർത്താവിന്റെ ഇഷ്ടമായിരിക്കാം, അദ്ദേഹം വാങ്ങിത്തന്നതായിരിക്കാം. എന്നാൽ ഒരു സത്യവിശ്വാസിനിയോട് അവളുടെ ഭർത്താവ് ഏറ്റവും വൾഗറായ വൃത്തികെട്ട ഒരു ഡ്രസ്സ് കൊണ്ടുവന്ന്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചവനാണ്, ഞാൻ നിന്റെ മേൽനോട്ടക്കാരനാണ്, ഈ ഡ്രസ്സാണ് നീ ധരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ
ആ മുസ്ലിം പെൺകുട്ടിക്ക് ഒരു ഖുർആനിക വചനം ഓതാം. അതെന്താ? നരിയാണിയുടെ മേലെ തുണി ഉടുത്തു ഭർത്താവ്, ഭാര്യക്കത് ഇഷ്ടമില്ല. ഭർത്താവ് സമൃദ്ധമായി താടി നീട്ടി, ഭാര്യക്കും അത് ഇഷ്ടമില്ല. എങ്കിൽ ഭർത്താവിനും അവളോട് ആ ആയത്തോതാം. ഏതാണ് ആയത്ത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുൽ ഖീറതു മിൻ അംരിഹി വമൻ യഹ്സില്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. എന്താ അതിനർത്ഥം? സൂറത്ത് അഹ്സാബ് തന്നെ 33-ാം അധ്യായം 36-ാമത്തെ വചനം. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ. ഒരു സത്യവിശ്വാസിനിക്ക് പാടില്ല, ഒരു സത്യവിശ്വാസിക്കും പാടില്ല, അല്ലാഹു റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ സ്വന്തമായ ഒരഭിപ്രായം പാടില്ല. അങ്ങനെ സ്വന്തമായ അഭിപ്രായം ഉണ്ടായാൽ ഫഖദ് ളല്ല ളലാലൻ മുബീനാ, അവർ വ്യക്തമായ വഴികേടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു സത്യവിശ്വാസിനിയാണോ, ഒരു സത്യവിശ്വാസിയാണോ, നിനക്ക് സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാകാവതല്ല. അല്ലാഹു റസൂലും പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നത് ഇങ്ങനെയാണ്, റസൂല് പറയുന്നത് ഇങ്ങനെയാണ്, അതാണ് നിങ്ങൾക്ക് ആത്യന്തികമായ ഖൈർ. എന്തുകൊണ്ട്? വളരെ പ്രധാനമായ ചോദ്യമാണ്. ഇവരല്ല പറഞ്ഞ പോലെ കേൾക്കുള്ളൂ, ഇവര് റസൂല് പറഞ്ഞ പോലെ കേൾക്കുള്ളൂ എന്നാണ് ക്ലബ് ഹൗസിലെ ചർച്ച. ഇവരെന്തുകൊണ്ടാണ് മീശ വെട്ടിയൊതുക്കിയത്? ഇവരെന്തുകൊണ്ടാണ് താടി നീട്ടിയത്? ഇവരെന്തുകൊണ്ടാണ് ചാക്കിൽ പൊതിഞ്ഞത്? മുസ്ലിം പെൺകുട്ടികളെ കുറിച്ചുള്ള വർത്തമാനമാണ്. ഇവരെന്തിനാ അവരുടെ ശരീരം ചാക്കിൽ പൊതിഞ്ഞത്? അറിയണോ നിഷേധികളെ, എന്തിനാണ് അത് ചെയ്തത് എന്ന്? അവരുടെ ശരീരത്തെ സൃഷ്ടിച്ചതാരാണോ, അവരുടെ സെറിബ്രത്തെ സൃഷ്ടിച്ചതാരാണോ, അവരുടെ സെറിബ്രത്തെയും സെറിബെല്ലത്തെയും സൃഷ്ടിച്ചതാരാണോ, അവരുടെ കൈകാലുകൾ സംവിധാനിച്ചതാരാണോ, അവരുടെ ആന്തരിക അവയവങ്ങൾ സംവിധാനിച്ചതാരാണോ, ആ റഹ്മാനായ റബ്ബാണ് പറയുന്നത്, നിന്നെ സൃഷ്ടിച്ചത് പെണ്ണെ ഞാനാണ്, നിന്നെ സൃഷ്ടിച്ചത് ആണ് ഞാനാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും സൃഷ്ടിപ്പിന്റെ പ്രത്യേകത എനിക്കറിയാം. പെണ്ണിലേക്ക് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നോട്ടമുണ്ടാകും, അവന്റെ വികാരത്തിനത് ഇളക്കം തട്ടും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ദർശനമാണ് വികാരത്തിന്റെ മാനദണ്ഡം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്പർശനമാണ് മാനദണ്ഡം. അതുകൊണ്ടാണ് ലോകത്ത് ഒരു പോലീസ് സ്റ്റേഷനിലും കേസില്ല ഇന്ന് വരെ. ആകാശത്തിന്റെ ചുവട്ടിൽ എന്റെ ഓർമ്മയിൽ ഇങ്ങനെയൊരു കേസില്ല. എങ്ങനെ? ആണ് കുളിക്കുന്നത് ഒളിച്ചു നോക്കി കുളിസിയും കണ്ട് എന്നൊരു പെണ്ണിന്റെ പേരിൽ കേസില്ല. എന്തുകൊണ്ട്? നല്ലോണം ചിന്തിക്കേണ്ട പോയിന്റ് ആട്ടോ, നല്ലോണം ചിന്തിക്കേണ്ട പോയിന്റാണ്. കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാണ് കുടിക്കുന്നത് കാണാം, പെണ്ണ് കസേരട്ട് കയറി പോട്ടെടുത്ത ഒരൊറ്റ വാർത്ത ഖിയാമത്ത് നാളിൽ ഉണ്ടാവില്ല. എന്താ കാരണം? ചിന്തിക്കാനാണ്. എന്താ കാരണം? തിരിച്ചു കേസ് എത്ര ഉണ്ടാവും? എന്താ കാരണം? എന്താ കാരണം? തോർത്തുകൊണ്ടെടുത്ത് പാടത്തേക്കുന്ന മാധവേട്ടനെ കണ്ടിട്ടുണ്ടോ? ഏതേ പെണ്ണിന് വികാരം ഇളകിയേ ഇല്ല. മാധവേട്ടന്റെ പേരിൽ വെറുതെ തൊട്ടാ മതി, തുടരേണ്ട സ്ഥാനങ്ങളിൽ വ്യത്യാസം. ഇതിങ്ങനെ പറയേണ്ടി വന്നെന്നുണ്ടോ? ഇതൊന്ന് മനസ്സിലാക്കിയേ പറ്റൂ, ഇത് മനസ്സിലാക്കിയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ച് അപ്പൊ നമ്മൾ നോക്കൂ, നിങ്ങൾ എല്ലാവരും നോക്കും, നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട്, നമ്മുടെ കാർ ഉപയോഗിക്കുന്നവരാണ് പലരും. വിമാനം, മിക്സി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇതെല്ലാം ഏതൊരു കമ്പനിയാണോ നിർമ്മിച്ചത് ആ കമ്പനിക്ക് കാറ്റലോഗ് ഉണ്ട്, ശരിയല്ലേ? എല്ലാവരും അംഗീകരിച്ചല്ലോ. ഒരു മൊബൈലിൽ ഇപ്പൊ സാംസങ്ങിന്റെ ആണെങ്കിൽ അതിന്റെ ചാർജർ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെ, ഹെഡ്സെറ്റ് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ, റഫായിട്ട് ഉപയോഗിച്ചാൽ ഇന്നത്, അത് ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇന്നത് വന്നാൽ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൽ സിം കാർഡ് ഉണ്ട് എങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മൊബൈൽ കമ്പനിയുടെ മാർഗനിർദ്ദേശത്തെ എത്ര പെർഫെക്റ്റായി ഒരാള് അനുസരിക്കുന്നുവോ അത്ര ഭംഗിയായി മൊബൈൽ നിൽക്കൂലേ? നിങ്ങൾ സമ്മതിച്ചോ? ശരി, ഒരു കാറ് ആ കമ്പനി ഇറക്കപ്പോ ആ കാറ് യൂസ് ചെയ്യേണ്ട ഒരു വിധം ഉണ്ടാവും അല്ലേ? ഉണ്ട്. നിങ്ങള് നമ്മുടെ ടൊയോട്ട കമ്പനിയുടെ ഇറ്റിയോസ് ഉപയോഗിക്കുമ്പോ അതിന്റെ റിവേഴ്സ് ഗിയറിൽ ചില വ്യത്യാസമുണ്ട്, അത് ഉപയോഗിക്കുന്ന വ്യത്യാസമുണ്ട്, അതിനനുസരിച്ചാണ് അത് ഉപയോഗിക്കേണ്ടത്.
ട്രക്കർ ഉപയോഗിക്കേണ്ട വേറെ, JCB ഉപയോഗിക്കേണ്ട വേറെ, പൊക്ലൈൻ ഉപയോഗിക്കേണ്ട വേറെ. ആധുനികമായ ഒട്ടുമിക്ക മിഷനുകളും അതിന്റെ ആ കമ്പനി പറയും ഇതിങ്ങനെ ഉപയോഗിക്കേണ്ടത്. അതിനനുസരിച്ച് അത് ഉപയോഗിച്ചാലോ ആ കമ്പനിയുടെ മാർഗനിർദ്ദേശം ഒന്നുമില്ലാതെ തോന്നിയതുപോലെ ഒരുത്തൻ BMW ഉപയോഗിച്ചാലോ? ഇതുപോലെ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പടച്ചോൻ പറയാണ് പെണ്ണിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആണിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആ വിധത്തിൽ കൈകാര്യം ചെയ്താൽ കുടുംബജീവിതം ഭദ്രമായിരിക്കും. അപ്പൊ എന്ന് മനസ്സിലായല്ലോ. ലോകത്തെ ഏത് കാര്യം അങ്ങനെയാണ്. AC നമ്മൾ റിമോട്ട് ഉപയോഗിക്കുന്നു, ഏതെങ്കിലും ബട്ടൺ ഞെക്കി കളിക്കില്ല, അല്ല ഓണോ ഓഫും ഉണ്ടാവും. അതിലേതാണ് സേവിങ്, എന്താണ് അതിലെ ഫാന്, എങ്ങനെ, ഇതെല്ലാം ഉണ്ട്. ആ മാർഗനിർദ്ദേശം അവലംബിക്കുമ്പോൾ അത് ഭംഗിയായിട്ട് നിലക്കുക. ഫാനാണെങ്കിലും എന്താണെങ്കിലും ഈ സൗണ്ട് സിസ്റ്റം ആണെങ്കിലും ഒക്കെ. എങ്കിൽ ഇനി ഒന്നുകൂടി ഇത് നല്ലൊരു പോയിന്റ് ആണ്. ഈ AC ഉപയോഗിക്കേണ്ടത് AC പറയുന്ന പോലെയല്ല. ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കേണ്ടത് ഫ്രിഡ്ജിന്റെ ഇഷ്ടത്തിനൊത്തല്ല, ഫ്രിഡ്ജ് ഉണ്ടാക്കിയതിന്റെ ഇഷ്ടത്തിനൊത്ത. സമ്മതിച്ചോ? സെക്കൻഡ് പോയിന്റ് ആണ്. എങ്കിൽ ഇവിടുത്തെ ഇസ്ലാമാണ് ശരിയോ, ഇവിടുത്തെ EA ജബ്ബാറോ ഇവിടുത്തെ രവിചന്ദ്രനോ ആണോ പറയേണ്ടത് മനുഷ്യനെ എങ്ങനെ ഉപയോഗിക്കേണ്ടത്? ഇതിനേക്കാൾ വലിയ വിവരക്കേടുണ്ടോ? അവന്റെ കയ്യിലെ രവിചന്ദ്രന്റെ കയ്യിലെ മൊബൈല് അവന്റെ തള്ള പറയുന്നവർ ഉപയോഗിച്ചാൽ പറ്റുമോ? അത് ഉണ്ടാക്കിയാൽ പറയുന്നവർ ഉപയോഗിക്കണ്ടേ? അതോ സമ്മതിക്കോ? അവന്റെ കയ്യിലുള്ള കാറ് എങ്ങനെ ഉപയോഗിക്കണോ? വേറെ ഏതെങ്കിലും ഒരു യുക്തിവാദി അവന്റെ തൊള്ളത്താളത്തിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതിയോ? പോരാ. എങ്കിൽ ആകാശഭൂമികളുടെ തമ്പുരാൻ സൃഷ്ടിച്ച മനുഷ്യനെ വേറൊരു മനുഷ്യൻ എങ്ങനെ നിയന്ത്രിക്കും? അവനെങ്ങനെ അവനെ വഴി നടത്താൻ പറ്റും? സാധ്യമല്ല. ഈ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയോ? എങ്കിൽ ഇസ്ലാമിക കുടുംബം എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകത ഉണ്ട്. ഇസ്ലാമിക കുടുംബം ആകണമെങ്കിൽ ഇസ്ലാം എന്താന്ന് പഠിക്കണം. എന്റെ കുടുംബം ഇസ്ലാമികമാകണം എങ്കിൽ ഞാൻ എന്ത് വേണം? ഇസ്ലാം എന്താന്ന് പഠിക്കണം. അപ്പൊ നമ്മൾ ഇസ്ലാമിക കുടുംബാകുക പറഞ്ഞാൽ ഇസ്ലാമിനെ കറക്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു കുടുംബാകാൻ അതിന് ആദ്യം വേണ്ടെന്നറിയോ? ആരാണ് അള്ളാഹ്, ആരാണ് റസൂൽ? അള്ളാഹിനെ റസൂലിനെ അനുസരിച്ചാൽ ഉള്ള പ്രശ്നം എന്താ, ധിക്കരിച്ചാലുള്ള പ്രശ്നം എന്താ? ഇത് രണ്ടും പഠിപ്പിക്കണം. ഞാൻ അത് മാത്രം ഒന്ന് തുടക്കത്തിൽ പറയാം. നമ്മുടെ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞു തരാം. ഞാൻ നിങ്ങളെ സൂറത്തുൻ നൂറിലേക്ക്, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ 24-ാമത്തെ അധ്യായമാണ് സൂറത്തുൻ നൂർ. ആ സൂറത്തുൻ നൂറിലേക്ക് നമ്മൾ ഒന്ന് വന്നാൽ എന്താ പറയുക, ഇത് പറയുന്നത് സൂറത്തുൻ നൂർ നമ്മുടെ ജീവിതത്തിന്റെ ബേസാണ്. ശരിക്കും എല്ലാറ്റിന്റെയും ആധാരശിലയായി വരേണ്ട കുറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ. അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾ പറയാം. മനുഷ്യരുടെ കൂട്ടത്തിലുള്ള വിവിധ വിഭാഗങ്ങളെ വിവരിക്കുന്നിടത്ത് ഇരുപത്തിനാലാം അധ്യായം സൂറത്തുൻ നൂറിലെ 47-ാമത്തെ വചനമാണ്. ഈ വചനത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യർക്കിടയിൽ ചില ആളുകൾ ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന വിഭാഗം ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. എന്നിട്ട് അള്ളാഹ് പറയാട്ടോ, അവരെ പറ്റി പറയാം. അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചു, അനുസരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പിന്നീട് നമ്മൾ വളരെ പ്രധാനത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ച് കുറഞ്ഞ കാലം ജീവിച്ചതിന് ശേഷം അവരതാ എന്ത് ചെയ്യുന്നു? അവരിൽ നിന്നൊരു വിഭാഗം അതാ തിരിഞ്ഞു കളയുന്നു. അവർ മുഅ്മിനുകളല്ല. തൊട്ടടുത്ത വചനം, അവർക്കിടയിൽ റസൂല് തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിച്ചാൽ അപ്പോൾ അതാ ഒരു വിഭാഗം തിരിഞ്ഞു കളയുന്നു. അക്ഷരാർത്ഥത്തിൽ ശരിക്കോർത്തോളൂ, ജീവിതത്തിലുടനീളം ഇസ്ലാമില്ലാത്ത നിസ്കാരം ഉണ്ടാകാം, ദീനിന്റെ ആസാറുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ മൗലികമായ ഈ വിഷയത്തിൽ നിന്ന് ഒരുപാട് പറകില് അള്ളാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, അത് കേൾക്കുന്നിടത്തൊരു മുഅ്മിൻ എന്താണ് അത് പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. തുടർന്ന് ആ ഭാഗം കൂടെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക്, ഇതിന്റെ മർമ്മത്തിലേക്ക് വീണ്ടും കടക്കാം. എന്നിട്ട് അള്ളാഹ് പറയണം, ഒരു യഥാർത്ഥ വിശ്വാസി അയാളുടെ വീടാവട്ടെ, കച്ചവടമാകട്ടെ, ഡ്രസ്സാകട്ടെ, ഇടപാടുകളാകട്ടെ, അയാളുടെ ചിന്തകളാകട്ടെ സമ്പൂർണ്ണ ഇസ്ലാമായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അല്ലാത്തതൊക്കെ അയാൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ മറക്കരുത്, ഇസ്ലാം അല്ലാത്ത, അതായത് ഇന്നലെ വരെ അയാൾക്ക് എന്താണെന്നറിയില്ല, പക്ഷെ ഇന്ന് അയാൾ ശരിക്കും പഠിച്ചാൽ പിന്നെ അയാൾക്ക് ചൊറിച്ചിലുണ്ടാവില്ല. അത് അള്ളാഹ് പറയുന്നത് കേട്ടോളി. എന്നാൽ നേരത്തെ പറഞ്ഞ വിഭാഗത്തെ നമ്മൾ മനസ്സിലോർത്ത് വീണ്ടും ആവർത്തിക്കുന്നില്ല.
എന്നാൽ യഥാർത്ഥ വിശ്വാസി ആരോ? ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും മൻ യഖൂലൂ സമിഅനാ വഅതഅനാ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഒരു യഥാർത്ഥ വിശ്വാസി ആരാന്ന് പറയാൻ അല്ലാഹു തങ്ങൾക്കിടയിൽ റസൂല് തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും അവരെ വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസിയുടെ വാക്ക് ഇതാണ് ചിന്തിക്കേണ്ടത്. ഓരോ സ്ത്രീയും ഓരോ പുരുഷനും, ഈ ക്ലാസ് കേൾക്കുന്ന ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ആലോചിക്കേണ്ടത് സത്യവിശ്വാസിയുടെ വാക്ക് ഇങ്ങനെയായിരിക്കും: ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് മാത്രമായിരിക്കും. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നത്? ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടരാണ് വിജയിച്ചവർ, അക്കൂട്ടരാണ് വിജയിച്ചവർ. ഇനി നമ്മളൊക്കെ ആലോചിക്കേണ്ടത് നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യയെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മാതാപിതാക്കളെ നാം എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്? അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിക കുടുംബവും ഭാവി തലമുറയും എന്ന നമ്മുടെ വിഷയത്തിൽ ആദ്യമായി നമ്മൾ ഇത് മനസ്സിലാക്കില്ല, നമുക്ക് രക്ഷയില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 65-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? ഫലാ, അവിടെ ഒരു ലാമ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫലാ വറബ്ബിക് ലാ യുഅ്മിനൂൻ, നിഷേധത്തിന്റെ ലാമ് 2 തവണ വന്നു. ഫലാ വറബ്ബിക്, നിന്റെ നാഥനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. فلا وربك, നിന്റെ നാഥനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂൻ, അവർ വിശ്വാസികളാവുകയില്ല തന്നെ. അല്ലാഹുവിന്റെ റസൂല് ഒരു കാര്യത്തിൽ വിധി പറഞ്ഞിട്ട് ഓന് മനസ്സിൽ ചൊറിച്ചിലുണ്ടാവുക. എന്നാലും ദീനിൽ അങ്ങനെ ഉണ്ടോ? അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വിവാദം ഉണ്ടായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ഇറച്ചിയിലേക്കും ചപ്പാത്തിയുടെ മാവിലേക്കും തുപ്പി എന്ന ഹദീസ് കേൾക്കുമ്പോ റസൂൽ അങ്ങനെ ചെയ്യുവോ? ചൊറിച്ചില് ആർക്കും 5 നിസ്കരിക്കുന്ന 1-ാമത്തെ സപ്പിൽ നിൽക്കുന്ന മൊയ്തീൻ കുട്ടിക്ക് മനസ്സിലായോ? മനസ്സിലായോ? ചൊറിച്ചിലെ നബി തുപ്പുവോ? ആളുകളുടെ ചിന്തയാണത്. പത്തരമാറ്റ ഹദീസിലാണുള്ളത്. ഒരു നിലക്കും നിഷേധിക്കാനാവാത്ത ഹദീസാണ്. എന്നാ അബൂബക്കർ സിദ്ദീഖ് ചപ്പാത്തി തുപ്പിക്കോ? ഇല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തുപ്പിയിട്ടുണ്ടോ? ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തുപ്പിയിട്ടുണ്ടോ? ഇല്ല. വേറെ ആരെങ്കിലും തുപ്പിയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ തുപ്പൽ അവിടെ അവസാനിച്ചു. ആ തുപ്പൽ അവിടെ അവസാനിച്ചു. ആ തുപ്പിക്കൊടുത്തപ്പോ എന്തെങ്കിലും ഒരു ഈറ സഹാബത്തിന് ആർക്കും തോന്നി? 1000 തോന്നിയോ? ഇല്ല. ആ തോന്നാതിരിക്കുന്നതിന്റെ പേരാണ് ഈമാൻ. ഞാൻ നിങ്ങൾക്ക് ബിരിയാണി തുപ്പിയത് എന്റെ മോന്തക്കുച്ചിക്ക് നോക്കി നിങ്ങൾ അടിക്കൂലേ? അങ്ങനെയൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. മനുഷ്യൻ തിന്ന് ബിരിയാണി അത് ഉപയോഗിക്കില്ലേ? ഇതിന്റെ ഒരു മറുഭാഗം എന്താ അറിയോ? ഈ സഹസിൽ ഇപ്പൊ എത്രയോ ആൾ ഇരിക്കുന്നുണ്ട് അല്ലേ? തുപ്പല് കൂട്ടാതെ ബിരിയാണി തിന്ന ഒരാളിൽ കയ്യൊന്തിക്കും. തുപ്പല് പെരലാത്ത ബിരിയാണി കഴിച്ച ഒരാൾ ഈ സഹസിനൊന്നും കയ്യൊന്തിക്കും. ഒറ്റാളൊന്ന് പൊന്തിച്ചു നോക്കി, ആ കൈ പിന്നെ പൊന്തൂല. ലോകത്ത് 715 കോടി മനുഷ്യരും തുപ്പല് കൂട്ടിയിട്ടാണ് ബിരിയാണി തിന്നുന്നത്. മനസ്സിലായില്ലല്ലേ? പൊന്നാര ചങ്ങന്മാരെ, ബിരിയാണിയിലേക്കാരും തുപ്പലില്ല. പക്ഷെ തുപ്പല് ബിരിയാണിയിലേക്ക് ഇട്ടിട്ടേ പള്ളയിലേക്ക് ഇറങ്ങും. ഈ വായിലേക്ക് ഏത് ഭക്ഷണം വെച്ചാലും അത് തുപ്പലിൽ ഉമിനീരിൽ കൂട്ടിയിട്ടേ എവിടെ പോവുള്ളൂ? പള്ളയിൽ പോവുള്ളൂ. അത് വിഷാണെങ്കിൽ അതിൽ പോവും. ഇങ്ങനെയുള്ള ഭക്ഷണം താഴത്ത് കൂടെ അല്ലേലോ. എന്തേ അങ്ങനെ അവർ താഴത്തുകൂടെ കൊടുത്താൽ ഉപാപചയ പ്രവർത്തനം നടക്കുന്ന സംവിധാനം അള്ളാഹ്ക്ക് ചെയ്തുകൂടായിരുന്നോ? അപ്പൊ ഈ സാധനത്തിന്റെ ഉള്ളിൽ അത്ര മോശത്തരല്ല. പിന്നെ തുപ്പലും കൂടിച്ചേരാത്ത ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടാവില്ല ദുനിയാവില്. അപ്പൊ ആ ജാതി അറപ്പും വെറുപ്പൊന്നും വേണ്ട. പക്ഷെ മൊയ്തിയാറ് തുപ്പല് തോന്നിയ സാധനം അത് വിഷം തന്നെയാണ്. അത് വിഷയം വേറെ അല്ല. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയുന്നത്, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം ചെയ്തു. അതാണ് ഇവിടെ പറയുന്ന വാചകം തന്നെ. എന്താ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി? പൂർണ്ണമായി മനസ്സ് അതിലിങ്ങോട്ട്. പിന്നെ ഒരു നിലക്കുള്ള ചൊറിച്ചിലില്ല. ആ ചൊറിച്ചിൽ ഉണ്ടായാണ്ടല്ലോ, സഹിയായ ഒരു ഹദീസിനോട് ഒരു ചൊറിച്ചിൽ തോന്നിയാൽ ഉടനെ ഉറപ്പിച്ചോളാ ഈമാനിൽ പുഴുക്കുത്തുണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിനോട് മക്കയിലെ മുശ്രിക്കുകൾ ഇതുവരെ അബൂബക്കറെ ഞങ്ങൾ എന്റെ കൂടെ ഉണ്ട്,
പക്ഷെ എന്റെ ചെങ്ങായി ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലും പോയി അവിടുന്ന് 7 ആകാശവും പോയി എന്നാ പറയുന്നത്. ഇനിയെങ്കിലും പൊന്നാര അബൂബക്കറെ എനിക്ക് ചെങ്ങായിനെ അംഗീകരിക്കായിരുന്നു എന്ന മക്കാം ശരിക്കും വിളിച്ച്. അപ്പൊ അബൂബക്കർ സിദ്ദീഖിന്റെ ചോദ്യം എന്താ അറിയോ? ആഹാ, അങ്ങനെ ഉണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, എന്നാലേ നിങ്ങൾക്കൊരു കാര്യം എങ്ങനോ നിങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് പോയതിനെ പറ്റിയല്ല നിങ്ങൾ പറയുന്നത്. 7 ആകാശത്തിന് അപ്പുറത്തുനിന്ന് ജിബ്രീൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന എനിക്ക് ഇത് വിശ്വസിക്കാൻ എന്ത് പടിയല്ല? അതാണ് വിശ്വാസം. ഈ വിശ്വാസം തന്നെ തെളിവ് കിട്ടിയിട്ട് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കണ്ടെത്തിയതിനു ശേഷം വിശ്വസിച്ചതിന്റെ കാര്യത്തിനെ പറ്റി അല്ല ഈമാൻ എന്ന് പറയുന്നത്. അത് നല്ലോണം മനസ്സിലായിക്കൊള്ളുക. നമ്മൾ ജിബ്രീലിനെ കണ്ടിട്ടില്ല, നമ്മൾ അല്ലാഹനെ കണ്ടിട്ടില്ല, നമ്മൾ മലക്കുകളെ കണ്ടിട്ടില്ല, നമ്മൾ ജിന്നിനെ കണ്ടിട്ടില്ല, നമ്മൾ ഒന്നിനെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നു. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂൻ കുല്ലും ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുൽ വഖാലു സമഇനാ വ അതഅനാ. വഖാലു സമഇനാ വ അതഅനാ. ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വിളിച്ചു പറയുന്ന ഒരാള് വിളിച്ചു പറയപ്പെട്ടപ്പോൾ നമ്മൾ ഈമാനുള്ളവരായി. കേട്ടോ, അതാണ് ഇസ്ലാം. അപ്പൊ ആ ഒരു രൂപത്തിൽ ഇസ്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിട്ട് നമ്മൾ അലി റളിയല്ലാഹു പറഞ്ഞ പോയിന്റിലേക്ക് പോകണം. അത് സൂറത്ത് തഹ്രീമിലാണ്, 66-ാം അധ്യായം 6-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വ അഹ്ലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നരകത്തിൽ നിന്ന് കാക്കണം, നിങ്ങളുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണം. ഈ പറയുമ്പോ ഒന്ന് ചിന്തിക്കണേ. ഭാര്യക്ക് ഡ്രസ് ഭാര്യ പറയും നല്ലൊരു വീട് വേണം. അതിനെ അവള് തന്നെ ഡിസൈനൊക്കെ ചെയ്ത് പ്ലാനൊക്കെ പറഞ്ഞു തരും. ആധുനിക പെൺകുട്ടിയൊക്കെ അതിനൊക്കെ കഴിവുള്ളൂല. ഭർത്താവിന്റെ കഴിവുകൾക്ക് പ്രശ്നമല്ല, അവൾ ആഗ്രഹം പൂർത്തിയാക്കണം. ശരിയല്ലേ? കാരണം ഭർത്താവിന്റെ സാമ്പത്തിക ശക്തി നോക്കിയിട്ടാ പെണ്ണുങ്ങള് നമ്മളെ നിർബന്ധിക്കുന്നത്. ഞങ്ങളെടുത്തൊന്നുമില്ല എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ കുഞ്ഞി റൂമും ഒരു ടോയ്ലറ്റും ഒരു കിച്ചണും മതി എന്ന് നമ്മളെ പെണ്ണുങ്ങൾ ആരെങ്കിലും പറയും? ഇല്ല. വേറൊരു സ്ഥലത്ത് ഹൗസ് വാമിങ്ങിന് പോയാൽ പിന്നെ അന്നത്തെ രാത്രി ഉള്ള വർത്താനം മുഴുവനും ആട്ട് റൂമുകൾ കണ്ടില്ലേ, കണ്ടില്ലേ നിങ്ങൾ? ഇത് കണ്ടില്ലേ? സത്യല്ലേ? ആർക്കത് അറിഞ്ഞൂടാത്ത? അവിടെ ഭർത്താവിനെ നരകത്തിൽ എത്തിച്ചേ അടങ്ങൂന്ന് വിചാരിച്ച് എന്നാൽ ഓരോ നിസ്കരിക്കുന്നുണ്ട്, അസർ നിസ്കരിക്കുന്നുണ്ട്, കൃത്യത്തിന് നിസ്കരിക്കുന്നുണ്ട്, ഭർത്താവിനേക്കാൾ മുമ്പ് നിസ്കരിച്ചിട്ടുണ്ട്. കാരണം ഭർത്താവ് പള്ളിയിൽ പോയി സുന്നത്ത് നിസ്കരിച്ച് ഇക്കാമത്ത് കൊടുക്കുന്നവരെ കാത്തുക്കോളൂ, ബാങ്ക് കേട്ടപ്പോ തന്നെ നിസ്കരിച്ചിട്ടുണ്ട്. എന്നാലും ഈ സംഗതി ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് അലി റളിയല്ലാഹു പറയാണ്, ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് നിങ്ങൾ കുടുംബത്തിൽ മക്കളിൽ അദബ് പഠിപ്പിക്കുകയാണ്. മര്യാദ ഇസ്ലാമിന്റെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ അദബ് പഠിപ്പിക്കുകയാണല്ല. എന്താണ് ഇസ്ലാം? അത് മക്കൾ അറിയണം. അതുകൊണ്ടാണ് ഖുർആനിലെ 2-ാം അധ്യായം 208-ാമത്തെ വചനം ഞാൻ ആദ്യം ഓതിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. ഇസ്ലാമിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് കടക്കണം. ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട്. ഇപ്പോ നിരയുടെ മേലെ തുണി എടുത്തിട്ടുണ്ടാവും, നല്ല താടി ഉണ്ടാവും, മീശ കൊട്ടി ഒതുക്കി ഉണ്ടാവും, പള്ളിയിൽ 1-ാമത്തെ സഫിൽ ഉണ്ടാവും. പക്ഷെ ഭാര്യനെ ചീത്ത പറയും, തല്ലും, ഓളും അയാളും മാത്രമുള്ളപ്പോ പുളിച്ച കായും പൂവും പറയും ഒക്കെ. പള്ളിയിലേക്ക് വന്ന മൂപ്പർ പെരുമാറ്റവും കയ്യൊടുക്കലും ഒക്കെ ഭയങ്കര. അത് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് ചോദിച്ചു, അയാളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു സാബിനെ പറ്റി നബിയെ ബാങ്ക് കൊടുത്ത ഉടനെ പള്ളിയിലുണ്ടാവും, കൃത്യാണ്, സഫിൽ വളരെ ആദ്യം എത്തുന്ന മനുഷ്യൻ. അപ്പൊ റസൂൽ പറയണേ, അല്ല നല്ല ആളാണെന്ന് പറയാൻ ഇതിനേക്കാൾ ബെറ്റർ ആയി വേണ്ട വീട്ടിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചാൽ മതി. ഭാര്യനോട് ചോദിക്കുക അയാൾ എങ്ങനെയാണ്? ഭാര്യ പറയാണ് ഖൈറാണ് എങ്കിൽ അയാൾ ഖൈറാണ്. കണ്ടോ? അതെന്താ? അമാനത്ത് ഉയർത്തപ്പെടും, നിസ്കാരം മരിക്കുന്നവരെ ഉണ്ടാവുന്ന റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് കാര്യമില്ലാന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ. മഗ്‌രിബ് എന്ന് പറഞ്ഞാൽ 6:02 ബാങ്ക് കൊടുക്കും. അതിനിടയ്ക്ക് ഈ വിഷയം പൂർത്തിയാക്കാനാണ് ഈ ഓട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലോട്ട് നബി ഇല്ല. അവർ ചെന്നിട്ട് ചോദിക്കാണ് നബിയുടെ സ്വഭാവം എന്താ? ഒരു ഭർത്താവാണല്ലോ ആയിഷ ബീവിയുടെ, അതാ പോയിന്റ്. ആയിഷ ബീവിയുടെ ഭർത്താവാണല്ലോ ഇത്. ഇപ്പൊ ചോദിക്കാണ് എന്താ നബിയുടെ സ്വഭാവം? കാന ഖുൽഖുഹു വൽ ഖുർആൻ. നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. QHLS എടുക്കുന്ന ഒരുപാട് ആളുണ്ട്, പണ്ഡിതന്മാര്, പ്രബോധകര്, ചെറിയ ചെറിയ ആളുകൾ. അവരുടെ ഭാര്യമാര് പറയും ഇങ്ങനെ. ഖുർആൻ ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണ് ഭാര്യനോട്. ഉദാഹരണം, എന്റെ വീട്ടിൽ ചെന്നിട്ട് എന്റെ ഭാര്യനോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ മുജാഹിദ് ബാൽച്ചേരിന്റെ പെരുമാറ്റം എന്ന് ചോദിച്ചാൽ കാന ഖുൽഖുഹു വൽ ഖുർആൻ. അങ്ങനെ പറയുന്ന ഒരവസ്ഥ ഇന്ന് ആധുനിക ലോകത്ത് ഭാര്യമാര് പറയോ?
എന്താ കുഴപ്പം? ഇവിടെയാണ് ഞാൻ ചിന്തിച്ചത് എന്തറിയോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, അത് ഏത് ഭാര്യ? 6-ാമത്തെ വയസ്സിൽ നിക്കാഹ് കഴിച്ച് 9-ാമത്തെ വയസ്സിൽ നബി കൂട്ടിക്കൊണ്ടുവന്ന ഭാര്യയാണ് എന്ത് പറയുന്നത്? എന്തൊക്കെ ആയിട്ട് എന്താ എന്റെ ഭർത്താവിന് 54 എനിക്ക് 9 അല്ലേ എന്നാ പറഞ്ഞ്? അല്ല, വിമർശകന്മാർ ഒരിക്കലും ചിന്തിക്കാത്ത പോയിന്റാ. എന്തൊക്കെയായാലും ഒരു കളവന്റെ കൂടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടോളാം. ഞാനിപ്പോ എന്ത് പറയാനാ? ജീവിതത്തിൽ ഒരിക്കലും നബീന്റെ പ്രായം പറഞ്ഞ ഒരൊറ്റ വാക്ക് ഭയങ്കര പോയിന്റാണ്. ശത്രുവിന് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രായം കുറഞ്ഞവളും നബിക്ക് പ്രായ കൂടുതലും എന്ന ഒരു പരാമർശം ജീവിതത്തിൽ ഒരിക്കൽ പോലും ആയിഷ ബീവിയുടെ നാവുന്നുണ്ടായില്ലെന്ന് മാത്രമല്ല, ആയിഷ ബീവി പറയുന്നത് എന്താണ്? ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ്. ഇത് 54 വയസ്സുള്ള ഒരു മനുഷ്യന്റെ കൂടെ 9 വയസ്സിൽ ജീവിച്ച് 18-ാമത്തെ വയസ്സിൽ വിധവയായി പിന്നെയും 48 കൊല്ലം ജീവിച്ച ആയിഷ ബീവി പറയുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ്. എന്തേ കാരണം? കാരണം നബീനെ നിയോഗിച്ച എന്തിനാ? സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമ്മുടെ റോൾ മോഡൽ. ഞാനൊരു കാര്യം നിങ്ങളോട് അത്ഭുതത്തോട് പറയട്ടെ. ഇപ്പൊ ഭാര്യയും ഭർത്താവും ഇത് കേൾക്കുന്നുണ്ടാവും. ഭാര്യ മേലെ ഉണ്ടാവും, ഭർത്താവ് ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. സ്ത്രീകളുണ്ടെന്ന് ഞാൻ കരുതുന്നു. നമ്മളെല്ലാരും ഒന്ന് ആലോചിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് അതിൽ ആയിഷ ബീവി തന്നെ എടുത്തോ, വേറെ ആരും വേണ്ട, നിങ്ങൾ അതെടുത്തോ. ഇന്ന് വരെ എല്ലാരും എന്താ ചർച്ച ചെയ്യാൻ? നമുക്കും ചെറിയ വിഷമം തോന്നാറില്ല. ഏതാ എന്നാലും 9 വയസ്സുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിക്കേണ്ടത് ഉണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. ആ ഒന്നും അല്ലാത്ത എത്രയോ പ്രായമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. നിങ്ങൾക്ക് കേൾക്കണം, ഞാൻ എന്നും വിശ്വസിക്കുന്നു, ദാമ്പത്യ ജീവിതം നയിക്കുന്നത് നമ്മളൊക്കെ പ്രായം എന്നത് വിഷയമേ അല്ല എന്നുള്ളതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 18 വയസ്സുള്ള പെൺകുട്ടിനെ 21 വയസ്സുള്ള ചെക്കൻ കല്യാണം കഴിച്ചിട്ട് ഡൈവേഴ്സ് പുടുപുടുപുടുപുടൂന്ന് അപ്പം നടക്കുന്നത്. ഒരു ജില്ലയിലൊക്കെ എത്ര കല്യാണം കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിൽ. പ്രായത്തിന്റെ പ്രശ്നമായിരുന്നു? അല്ല, ഒരിക്കലും അല്ല. അങ്ങനെ ആരും കരുതണ്ട. ഞാൻ ഒന്നുകൂടി പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 ഭാര്യമാരുടെ കൂടെ ഒരേ സമയത്ത് അവർ ഹുജറാത്തുകളിൽ നബിയുടെ ഭാര്യമാരുടെ വീടുകളിൽ താമസിപ്പിച്ച് നബി ജീവിച്ചു. ഒരു പോയിന്റ് ആട്ടോ, നല്ലോണം ശ്രദ്ധിക്കണം. ഈ 9 ഭാര്യമാരിൽ ആയിഷ ബീവിയുടെ കൂടെയല്ലാതെ നബി ഓട്ട മത്സരം നടത്തിയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒരു ഭാര്യന്റെ കൂടെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഏതെങ്കിലും ഒരു ഭാര്യയുടെ കൂടെ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം മരിക്കുന്നവരെ ആയിഷ ബീവിക്ക് നബിയുടെ പ്രായം ഒരു പ്രശ്നമല്ലാത്ത? ആയിഷ ബീവിയുടെ പ്രായത്തിലേക്ക് നബി ഇറങ്ങിയ പിന്നെ എന്ത് ചെയ്യും? എല്ലാരും ചിന്തിക്കും. ഓടണ ആയിഷ ബീവിന്റെ ആയിഷ നമുക്കൊരു ഓട്ട മത്സരം നടത്താം. ഓടി തോറ്റു, നബി തോറ്റു, ആയിഷ ബീവി ജയിച്ചു. കാലം കുറെ മുന്നോട്ട് പോയി, ആയിഷ ബീവിക്ക് ഒരൽപ്പ തടിയൊക്കെ കൂടി, നബിയും ആയിഷ ബീവിയും ഓടി, നബി ജയിച്ചു. ചിരിച്ചുകൊണ്ട് റസൂല് പറഞ്ഞത് അന്നത്തിനുള്ള മധുരോദാരമായ പ്രതികാരമാണ് കേട്ടോ. ആ ജീവിതത്തിൽ പിന്നെ എന്താ പ്രശ്നം? ആ പ്രായത്തോളം നബി താഴോട്ട് വന്നു. 54 വയസ്സുള്ള ഒരാളോളം ഉയരാൻ ആയിഷക്ക് കഴിയാതെ പോയതല്ല, ആയിഷ ബീവിയോളം നബി താന്നു. അതുകൊണ്ട് വിഷയം ഉണ്ടായില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും വിഷയം ഉണ്ടായില്ല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു പെരുന്നാൾ ദിവസം അയോധനമുറ വയറ്റി തെളിഞ്ഞ ആളുകളുടെ പ്രകടനം മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി പറഞ്ഞു, എനിക്കത് കാണണം, ആ പ്രകടനം എനിക്ക് കാണണം. ലോകഗുരു, വിശ്വത്തിന്റെ അധ്യാപകൻ, മാനവികതയുടെ കാവലാൾ, സ്ത്രീ വിമോചകൻ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കച്ചവടത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച ലോകഗുരു, സത്യസന്ധമായ നേരും നെറിയും മാനവതയെ പകർന്നു കൊടുത്ത ലോകഗുരു ആയിഷ ബീവിയുടെ ഭർത്താവാണ്. ഓർക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കൊണ്ടുപോയി. എന്നിട്ട് ആയിഷ ബീവി നബിയുടെ ഷോൾഡറിൽ താടിയിൽ ഇങ്ങനെ കുത്തിവെച്ചു. ആയിഷ ബീവിയുടെ ബാക്കി എല്ലാ ഭാഗവും നബിയുടെ പിറകിലായി, കാഴ്ചക്കാരിയായി നബിയുടെ ഷോൾഡറിൽ താടി കുത്തിവെച്ചിട്ട് ഈ പ്രകടനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഒരു താടി ഷോൾഡറിൽ വെക്കുമ്പോൾ കുറെ കഴിഞ്ഞാൽ വേദനിക്കും. കുറെ കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രാണപ്രേയസിയോട് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ മതിയായില്ലേ? ആയിഷ നിനക്ക് മതിയായില്ലേ? ആയിഷ ബീവി പറഞ്ഞു, ഇല്ല. വീണ്ടും നബി ഷോൾഡർ വെച്ചു കൊടുത്തു.
കുറെ കഴിഞ്ഞ നബി ഈ ചോദ്യം ആവർത്തിച്ചു വീണ്ടും. അങ്ങനെ 2 3 തവണ. അത് കഴിഞ്ഞ് ആയിഷ ബീവി പറഞ്ഞു മതി, ഇനി നമുക്ക് പോകാം. തിരിച്ചു മടങ്ങുമ്പോൾ ആയിഷ ബീവി ഒരു കാര്യം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അതെ, നിങ്ങൾ എന്നോട് ആദ്യം ചോദിച്ചില്ലേ ആയിഷ മതിയായില്ലേ? എനിക്കെപ്പോൾ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ എത്രത്തോളം ഉൾക്കൊള്ളും, നിങ്ങൾ എനിക്ക് വേണ്ടി എത്രത്തോളം സഹനം അവലംബിക്കും എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടത്. അതാ റസൂൽ. ഇനി ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർ ഒന്ന് ചിന്തിക്കും, ഇതാണോ നമ്മുടെ ജീവിതം? ഇസ്ലാമിക കുടുംബം എന്ന് പറയുമ്പോൾ ഇതാണോ നമ്മുടെ ജീവിതം? വിട്ടുവീഴ്ചയുടെ, സഹിഷ്ണുതയുടെ അങ്ങേയറ്റം. ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് 64-ാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് ക്ഷണിക്കാം. 64-ലെ 14-ാമത്തെ വചനവും 15-ാമത്തെ വചനവും യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വുൽ ലക്കും ഫഹ്ദറൂഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. എന്താ പറയുന്നത്? സത്യവിശ്വാസികളെ, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എന്താ പറയുന്നത്? നിങ്ങളുടെ ഇണകളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നമ്മൾ നോക്കിയ സംഖ്യകള്, മറ്റേ സംഖ്യകള്, മറിച്ച് അതല്ല. എന്റെ കൂടെ കിടക്കണേ, ജി കെട്ടിപ്പിടിച്ച് കിടക്കണേ, എന്റെ കെട്ടിയോള് എന്റെ ശത്രുവാവും, എന്റെ കെട്ടിയവൻ എന്റെ ശത്രുവാവും നല്ലേ പറയുന്നു. എന്നിട്ട് അള്ളാഹ് എന്താ പറഞ്ഞേ? നിന്റെ മക്കൾ നിന്റെ എതിരാളിയും ശത്രുമായി തീരും. ഇത്ര ആരാ പറയുന്നത്? മനുഷ്യരെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനാണ് പറയുന്നത്. എത്ര ചരിത്രമാണിതിന്. ബാപ്പയും മക്കളും ലോകത്ത് തന്നെ ഒരാൾക്കും സുൽഹുണ്ടാക്കാൻ പറ്റാത്ത ശത്രുക്കളായി ജീവിക്കുന്നു. എല്ലാ മുത്താപ്പ മക്കൾ ശത്രുക്കളായി ജീവിക്കുന്നു ലോകത്ത്. ഇവിടെ എന്താ അള്ളാഹ് പറഞ്ഞത്? ഒന്നുകൂടി കേട്ടോളൂ, ഖുർആനി വചനം കേട്ടോളൂ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഭാര്യമാരിൽ, നിങ്ങളുടെ ഇണകളിൽ, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ മാപ്പ് നൽകുകയും, കേട്ടോളി, വിശ്വാസികളുടെ പ്രത്യേകത, നിങ്ങൾ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പുറത്തു കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാവാരിധിയും. നോക്കൂ, അള്ളാഹു നമ്മളോട് ജാഗ്രത പുലർത്താൻ പറയാണ്. നിങ്ങളുടെ ഇണകളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങളുടെ മക്കളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതുകൊണ്ട് പിച്ചാത്തി കൊണ്ട് കൈകാര്യം ചെയ്ത് കളയുന്ന അല്ല, അല്ലെങ്കിൽ അവരെ തല്ലിക്കൊന്നാളുന്ന അല്ല. പിന്നെ എന്താ പറയുന്നത്? മാപ്പ്. കാരണം എന്താണെന്നറിയോ? ഒന്നുകൂടി പറയാം. ഒരു വിശ്വാസി ഓർക്കുക, തനിക്ക് അല്ലാഹു ഭാര്യയെ തന്നത് സ്വർഗ നരകങ്ങൾക്കിടയിലുള്ള ഒരു പരീക്ഷണത്തിലാണ്. എനിക്ക് അല്ലാഹു മക്കളെ തന്നത് എന്നിലൂടെ, എന്റെ മക്കളിലൂടെ എന്റെ സ്വർഗവും എന്റെ നരകവും തെരഞ്ഞെടുപ്പിന് വേണ്ടി എനിക്ക് അല്ലാഹു അവസരം നൽകുകയാണ്. അതുകൊണ്ട് നോക്കൂ, ഇനി വേറൊന്നും പറയട്ടെ. ശരിക്കും നമ്മളെപ്പോലെ കൃത്യമായി ഭാര്യമാരെ കുറിച്ച്, മക്കളെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് ഇത്ര കൃത്യമായിട്ട് പടച്ചോൻ ഗൈഡൻസ് നൽകിയ ഏത് ജനപദം ലോകത്തുണ്ട്? മനസ്സിലായില്ല. നമ്മുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന ഇതര മതത്തിൽ ആർക്കെങ്കിലും, ഇപ്പൊ നിങ്ങൾ എന്നെ ചിന്തിക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ വീട് വിട്ടു പോരുമ്പോ ചുംബിച്ചിരുന്നോ ഇല്ലേ? ഒരു ചോദ്യമാണ്. യേശു ക്രിസ്തു വീട് വിട്ടു പോരുമ്പോ ഭാര്യനെ ചുംബിച്ചിരുന്നോ ഇല്ലേന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? യേശു ക്രിസ്തു മകനെ എന്ത് പഠിപ്പിച്ചു? മക്കളെ എങ്ങനെ കൊണ്ടിടുന്നു? യേശു ക്രിസ്തു മക്കൾക്ക് അവളിൽ ചുംബനം കൊടുത്തിരുന്നോ? യേശു ക്രിസ്തു നിസ്കാരത്തിന് ശേഷം കുട്ടികളെടുത്ത് തോളിൽ വെച്ചിരുന്നോ എന്നൊക്കെ ചോദിച്ചാല് ഇല്ല. അങ്ങനെ ഒരു മാതൃക അദ്ദേഹത്തിൽ ഉണ്ടാകാൻ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് ഉസ്താദിനോട് എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഉസ്താദിന് മുഹമ്മദ് നബി ആയിഷ ബീവിനോട് പെരുമാറിയത്, സൗദാ ബീവിയോട് പെരുമാറിയത്, ഖദീജ ബീവിയോട് പെരുമാറിയത്, ഇന്ന ആളുകളോട് പെരുമാറിയത്, മക്കളോടും പേരമക്കളോടും പെരുമാറിയത് ഒക്കെ പറഞ്ഞിട്ട് നീ ഒരു യഥാർത്ഥ മുസ്ലിം അല്ലേ, നബീനെ ഇത്തിബാഗ് ചെയ്യേണ്ടവനല്ലേ, നീ ഇങ്ങനെയല്ലേ തുടരേണ്ടത് എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റും. ഒരു പള്ളിയിലച്ഛന്റെ അടുത്ത് നിന്നിട്ട് ബൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന വെച്ചാൽ, യേശു ക്രിസ്തു കൗസല്യയോട് ഇങ്ങനെയല്ലേ ചെയ്തത്, യേശുക്രിസ്തു സാവിത്രിയോട് ഇങ്ങനെയല്ലേ പെരുമാറിയത്, യേശുക്രിസ്തുവിന്റെ ആദ്യത്തെ ഭാര്യനോട് ഇങ്ങനെയല്ലേ പെരുമാറിയെന്ന് ചോദിക്കാൻ ക്രിസ്ത്യാനികൾക്ക് വല്ല ഒപ്പുണ്ടോ? ആലോചിച്ചോണം. ഇല്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വഴിയിലേക്കും നയിക്കാൻ വന്ന ആളല്ല. അതിന് വരാൻ ഒരാളുണ്ട്, കാര്യസ്ഥൻ. ആ കാര്യസ്ഥൻ ഞാൻ പോകാഞ്ഞാൽ ആ കാര്യസ്ഥങ്ങൾ എടുത്തു വരൂല്ല. ആ കാര്യസ്ഥൻ വന്നാലോ സകല കാര്യത്തിലും അദ്ദേഹം നിങ്ങളെ വഴി നടത്തും. കണ്ടോ? അപ്പൊ ജീവിതത്തിന്റെ എല്ലാ നബി ഭർത്താവായിരുന്നല്ലോ, അമ്മൂശനായിരുന്നല്ലോ, മരുമോനായിരുന്നല്ലോ, പലരുടെയും അളിയനായിരുന്നല്ലോ, പിതാമഹനായിരുന്നല്ലോ.
ജീവിതത്തിന്റെ ഏത് മേഖലയാണ് നബി ടച്ച് ചെയ്യാത്തത്? അത്ര വലിയ മാതൃക കാണിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ ഇണകളിൽ, ഭർത്താവിൽ ഒക്കെ നമുക്ക് ശത്രുക്കളുണ്ട്. എന്തിന്? നൂഹ് അലൈഹിസ്സലാമും ലൂത്ത് അലൈഹിസ്സലാമും അവരുടെ ഭാര്യമാർ ഫഖാനതാഹുമാ ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈഅ വഖീല ദുഖുലൻ നാറ. നോക്കൂ അല്ലാഹുവിന്റെ പ്രയോഗം നോക്കൂ. 66-ാം അധ്യായം 9, 10, 11 വചനങ്ങൾ. എന്നാൽ ഫിറൗനിന്റെ ഭാര്യയെ കുറിച്ച്, അവരുടെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു. ഫഖാല അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ ആളാണ് ഫിറൗൻ. പക്ഷെ ആ ഫിറൗനിന്റെ ഭാര്യ റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അവിടെ ആസിയ ബീവിനെ മാതൃക കാണിക്കുന്നു, മറിയം ബീവിയെ മാതൃക കാണിക്കുന്നു. ഇന്നല്ലാഹ ഇസ്തഫാകി വതഹറകി വസഫകി അലാ നിസാഇൽ ആലമീൻ. 3-ാം അധ്യായം 42-ാമത്തെ വചനം. അവിടെ മറിയം ബീവിയെ മാതൃക കാണിക്കുന്നു. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാർ. ലൂത്ത് നബിക്ക് 2 കുടുംബം ഉണ്ടായിരുന്നു, 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു കുടുംബം പൂർണ്ണ ഇസ്ലാമായിരുന്നു, ഒരു കുടുംബമാണ് അദ്ദേഹത്തിനെതിരായി പോയത്. അപ്പൊ കുടുംബജീവിതം എന്ന് പറയുന്നത് ഈമാനുള്ള കുടുംബമാകാൻ അതിന് പഠിപ്പിക്കൽ തന്നെയാണ്. അതിന് ആദ്യം എന്ത് വേണം? സ്വന്തം. അതായത് ഇതിൽ ഏറ്റവും മർമ്മം ഇതാണ്. പിതാവ്, കുടുംബത്തിന്റെ നായകൻ, അദ്ദേഹം ഈ ബോധമുള്ള ആളായിരിക്കും. അപ്പൊ മക്കളോട് യാ ബുനയ്യ, എന്റെ മോനെ, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരണു മണിത്തൂക്കമുള്ള കാര്യം, അണുമണിത്തൂക്കമുള്ള കാര്യം. മോനെ, ഒരു മകനെ തർബിയത്ത്, തസ്കിയത്ത്, സംസ്കാരം ഒരു ബാപ്പ പഠിപ്പിക്കുകയാണ്. അതാണ് 31-ാം അധ്യായം 15, 16, 17, 18, 19 അത്രയും വാചകങ്ങൾ അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മോനെ ശിർക്ക് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു. ഒന്നാമതായി ഒരു ബാപ്പ പഠിപ്പിക്കേണ്ടത് തൗഹീദാണ്, അല്ലേ? നേരെ മറിച്ച് കടലിൽ കാറ്റും കോളും വന്നപ്പോ അപ്പോഴൊക്കെ വിളിച്ചത് ബദരീങ്ങളെയാണ് എന്ന് പറയുന്ന ബാപ്പാന്റെ അടുത്തുനിന്ന് ഏത് തങ്ങളുടെ കുടുംബമായിക്കോട്ടെ, മക്കള് പഠിച്ച എന്തേ കിട്ടുള്ളൂ? ശിർക്കേ കിട്ടുള്ളൂ. ഒന്നാമതായി ഇന്ന ശിർക്കൽ ഉൽമുൻ അദീം. കണ്ടോ, അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സ്വന്തം മക്കളെ തൗഹീദ് പഠിപ്പിക്കാത്തൊരു ബാപ്പയാവില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദ് പഠിപ്പിച്ചുകൊണ്ടാണ് ബാപ്പാനെ തൗഹീദ് പഠിപ്പിക്കുന്ന ഇബ്രാഹിം നബി. കണ്ടോ, ഒരു ഭാഗത്ത് പിതാവ് മകനെ, മറുഭാഗത്ത് മകൻ പിതാവിനെ. യാ ബത്തി യാ ബത്തി യാ ബത്തി, നോ യാ ബത്തി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാൻ. വലിയൊരു ശിക്ഷ വരാനുണ്ട്. യാ ബത്തി യാ ബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം മാ ലം യഅതിക് ഫത്തബീനി അഹദിക സിറാതൻ സവിയ്യ. 19-ാം അധ്യായം 41 മുതൽ 47 വരെയുള്ള വചനങ്ങൾ. അവിടെയും പഠിപ്പിച്ചു കൊടുക്കണം. ബാപ്പാനെയാണ് പഠിപ്പിക്കണം. ബാപ്പ, എനിക്കൊരു അറിവ് കിട്ടുന്നു, പിൻപറ്റിക്കൊടുപ്പാ. നിങ്ങൾക്ക് വരുന്നൊരു ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. പിശാചിനെ നിങ്ങൾ ആരാധിക്കരുത്. ഞാൻ ചോദിക്കുന്നത്, ഒരു മകൻ, ദീനുള്ള മകൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ, കദ്കാനത്തിലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഈ ഇബ്രാഹിം നബി നോക്കൂ, സ്വന്തം മകൻ ഇസ്മായിൽ കല്യാണം കഴിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ വന്നു, ഇസ്മായിലിന്റെ വീട്ടിൽ ചെന്നു. ഇസ്മായിൽ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ട് അവിടെ. ആ ഭാര്യ പരാതികളുടെ കെട്ടഴിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മരുവളോട് പറഞ്ഞു, മോളെ, നിന്റെ ഭർത്താവ് വന്നാൽ, എന്റെ മകൻ ഇസ്മായിൽ വന്നാൽ പറയണം ഉമ്മറപ്പടി മാറ്റിവെക്കാൻ. അവൻ ഭർത്താവ് വന്നു, ഇസ്മായിൽ വന്നു. നിങ്ങളുടെ പിതാവോട് വന്നിരുന്നു ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം. വന്നപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങളെപ്പോ വന്നിരുന്നു, നിങ്ങളെപ്പോ വന്നിട്ട് ഉമ്മറപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, നിന്നെ ഒഴിവാക്കാനാ പറഞ്ഞു, നിന്നെ തലാക്കില്ലാനാ പറഞ്ഞു. എന്റെ ജീവിതത്തിന്റെ സഖിയായി നിന്നെ പറ്റില്ലെന്നാണ് പക്വമതിയായി എന്റെ പിതാവ് പറഞ്ഞത്. അവിടെ ബാപ്പ മകനെ കൊണ്ട് ഭാര്യ ഒഴിവാക്കിക്ക. എന്താ കാരണം? ഒരു പ്രവാചകന്റെ ജീവിതത്തിന് പറ്റിയ പത്നിയായിരുന്നില്ല അവൻ. കുടുംബജീവിതമാണ്, പരലോകത്ത് വരെ എത്തേണ്ടതാണത്. അതുകൊണ്ടാണത്. ദുനിയാവിലെ കേവല സുഖാസ്വാദനങ്ങളുടെ പേരല്ല. രണ്ടാമതും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഇസ്മായിൽ നബിയുടെ രണ്ടാമത്തെ ഭാര്യയെ കണ്ടു. ഉമ്മറപ്പടി ഉറപ്പിച്ചേർത്താൻ പറഞ്ഞു. കാരണം പരാതികളുടെയും പുരാതികളുടെയും കെട്ടുകളയിക്കാത്ത, സംതൃപ്തി രേഖപ്പെടുത്തിയ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട ഒരു ബീവിയെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം അവിടെ കണ്ടു. ഉമ്മറപ്പടി ഉറപ്പിച്ചേർത്താൻ. നമുക്ക് ആലോചിക്കാവുന്നതാണ്, നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജനതയെ
നന്നാക്കിയെടുക്കുന്നതിന്റെ ഭാഗമായി അതിലേറ്റവും ഗൗരവമായാണ് സൂറത്ത് നൂഹിൽ. ഇപ്പൊ നമ്മളിവിടെ ഇസ്ലാമിക കുടുംബവും ഭാവി തലമുറയും എന്നുള്ള ഈ ഭാവി തലമുറയെ കുറിച്ച് അതിശക്തമായ ആശങ്ക രേഖപ്പെടുത്തിയ ആളാണ് നൂഹ് അലൈഹിസ്സലാം. ഞാൻ ആ ഭാഗം ഒന്ന് പറയാം മറന്നു പോകാതിരിക്കാൻ. അതായത് ഒരു ഭാവി തലമുറ ഉണ്ടാകുക എങ്ങനെ? ഇസ്ലാമിക കുടുംബവും ഭാവി തലമുറയും. ഇസ്ലാമിക കുടുംബം ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ കല്യാണ വീടുകളിലൊക്കെ നടക്കുന്ന തോന്നിയാസൊക്കെ വെച്ച് നോക്കുമ്പോ ഈ കോലത്ത് പോവുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ജനപദത്തെക്കാളും ജീർണിച്ച ജനപദമായി മുസ്ലിം സമുദായം മാറും. എന്തെല്ലാം വൃത്തികേടുകളാണ് നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൂറത്ത് നൂഹിൽ ഞാനിത് പറയുന്നത് നിങ്ങൾ വളരെ ഗൗരവമായി ഓർക്കേണ്ട. സൂറത്ത് നൂഹ് 71-ാമത്തെ അധ്യായമാണ്. 26, 27 വചനങ്ങളാണ്. എന്താ വിഷയം എന്നറിയോ? നമ്മുടെ ഭാവി തലമുറ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ ഒരു പള്ളി വന്നു, ഈ പള്ളിക്ക് ഭരണസമിതി ഉണ്ട്, ഈ പള്ളിയിൽ ഖത്തീബുമാരുണ്ട്, ഈ പള്ളിയും ഇതിന്റെ പരിസരത്ത് നടക്കുന്ന ക്ലാസ്സുകളുണ്ട്, ഇവിടെ ഒരു സമൂഹം രൂപപ്പെടേണ്ടതുണ്ട്, ഈ പള്ളി ഒരു ലൈറ്റ് ഹൗസ് ആകേണ്ടതുണ്ട്, ഇതിനെ ചുറ്റിപ്പറ്റി ഒരു സമൂഹം വളരേണ്ടതുണ്ട്, ഒരു ദാർശനിക സമൂഹത്തിന്റെ പടുത്തുയർത്തലുണ്ട്. ഇതൊന്നും നമുക്ക് ബോധ്യമില്ല. അവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നൂഹ് നബി 950 വർഷം ഒരു ജനതയെ, ഇത് ഞാൻ പറയുമ്പോൾ നമ്മളൊക്കെ ഇന്ന് ഉൾവലിഞ്ഞിരിക്കുന്നു, നമ്മളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ആരോടും തസ്കിയത്ത് പറയാനോ എന്തിനാപ്പോ അവരോടൊക്കെ ഇത് പറയുന്നത്? ഒരു ലഘുലേഖ വന്നാൽ അത് കൊടുക്കാൻ പോലും അവരെന്താ വിചാരിക്കുക? ഞങ്ങളെക്കുറിച്ച് എമ്പാടും സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയോ വിവരിക്കുന്ന ഒരു ലോകത്ത് ഞങ്ങൾ എങ്ങനെ നന്നാവും? ഈ പോയിന്റ് നിങ്ങളൊന്ന് കേട്ടോളൂ. ഈ രണ്ട് ഖുർആനിക വചനം ഭയങ്കരമായി നമ്മളെ സ്വാധീനിക്കണ്ട. എന്താ പറയണെന്നറിയോ? നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നത്, എന്റെ രക്ഷിതാവേ ഭൂമുഖത്ത്, അതായത് നൂഹ് നബി ഉള്ള ആ ലൈവായിട്ടുള്ള സമൂഹത്തിലായിരുന്നല്ലോ. അവൻ നൂഹ് നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, പടച്ചോനെ എന്റെ രക്ഷിതാവേ ഭൂമുഖത്ത് ഒരു സത്യനിഷേധിയെയും നീ ബാക്കിയാക്കരുതേ. ഒരു പ്രവാചകൻ 950 വർഷം നിരന്തരമായി. നിങ്ങൾ നോക്കൂ, ഇബ്നു ജരീർ തബരിയെ പോലെയുള്ള ആളുകൾ പറയാണ് 71-ാം അധ്യായത്തിന്റെ 5-ാമത്തെ ആയത്തിനെ വിശദീകരിക്കാൻ, രാവെന്ന വ്യത്യാസമില്ലാതെ പകലെന്ന വ്യത്യാസമില്ലാതെ ഞാൻ അവരെ നയിച്ചുറപ്പേ, ക്ഷണിച്ചുറപ്പേ, ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ഞാൻ അവരെ വിളിക്കും തോറും അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ ഇല്ല. ഒരു നബി അള്ളാഹിനോട് പരാതിപ്പെടുകയാണ്, ഞാൻ അവരെ ഉറക്കെ വിളിച്ചു, പതുക്കെ വിളിച്ചു, രഹസ്യമായി വിളിച്ചു, പരസ്യമായി വിളിച്ചു. ഇബ്നു ജരീർ തബരി പറയാണ്, ഒരു വ്യക്തിയെ 20-ലധികമൊക്കെ തവണ നൂഹ് നബി കാണാറുണ്ടായിരുന്നു. 950 വർഷത്തിനിടയിൽ ഓരോ മനുഷ്യരെയും 10ഉം 20ഉം തവണ നന്നാക്കാൻ. നമ്മളിപ്പോ 1-2 തവണ വീട്ടിൽ പോയി ക്ഷണിച്ച് വന്നില്ലെങ്കിൽ 3-ാം തവണ നമ്മൾ പോയിക്കൊള്ളുന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, 31 തവണയാണ് അല്ലാഹു പറയുന്നത്. 31 തവണ ഇൻസിനോടും ജിന്നിനോടും പറയുന്നത്. അപ്പൊ 31 തവണ പറയേണ്ടി വരുന്ന അവസ്ഥ ഇൻസിനും ജിന്നിനും ഉണ്ട്. അപ്പൊ അത്ര തവണയെങ്കിലും മിനിമം നമ്മൾ ഒരാളോട് ദീന് പറയണം. മനസ്സിലായോ? ഇനി ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹിനോട് പറയുന്നത് എന്താ? പടച്ചോനെ ഭൂമുഖത്ത് ഒരു സത്യനിഷേധിയെ നീ വിട്ടേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുമാറ് ഒരു ഉലുൽ അസ്മിന്റെ പ്രവാചകൻ നെഞ്ചത്ത് തട്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താ അറിയോ? അതാണ് ഇസ്ലാമിക കുടുംബവും ഭാവി തലമുറയും എന്ന ഭാവി തലമുറയെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. തീർച്ചയായും നീ അവരെ വിട്ടേക്കുകയാണെങ്കിൽ ദുർവൃത്തരും സത്യനിഷേധികളുമായിട്ടുള്ള ഒരു ജനതയെ അല്ലാതെ അവർ ഒരിക്കലും ജന്മം നൽകുകയില്ല. ഇത് അദ്ദേഹം ജീവിച്ച കാലത്തിൽ ഒരു ജനതയെ പറ്റി പറയാ. പടച്ചോനെ ഭാവി തലമുറ എന്നാണ് ഇവരിന്ന് നല്ല ഒരെണ്ണം ഉണ്ടാകാനുള്ള സാധ്യത ഒരിക്കൽ പോലുമില്ല. കാരണം ഈ ബാപ്പാനെയും ഉമ്മാനെയും ഈ ടീമിനെയും കണ്ടിട്ടല്ലേ ഓല ബീജത്തിൽ കുട്ടികൾ വളരേണ്ടത്. പടച്ചോനെ അത് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. അങ്ങനത്തെ ഒരവസ്ഥയാണ്. കാരണം ഈ തലമുറനെ നിലനിർത്തിയിട്ട് അടുത്ത തലമുറ നന്നാകുമെന്ന് വിചാരിക്കാൻ ഇല്ല. അടുത്ത തലമുറയും വരാൻ പോണ അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഭാവി തലമുറ ഇന്നത്തെ ഈ പോക്കനുസരിച്ചാണ് എങ്ങനെയായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ ഖുർആനിക വചനം വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ രൂപപ്പെടുത്തിയെടുക്കാൻ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് ആ ജനതയുടെ കാര്യത്തിൽ ദുഃഖിച്ചു പോയ ആളാണ് ആര്?
നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി ഞാൻ ചോദിക്കട്ടെ, നൂഹ് നബിയുടെ ഡെഡിക്കേറ്റഡ് മൈൻഡ് നമുക്കാർക്കെങ്കിലും ഉണ്ടായിരുന്നോ? നൂഹ് നബിക്ക് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുക, നന്നാക്കുക എന്നുള്ള പരിപാടിയല്ലാതെ. കാസർകോട്ട് ഒരു ഹോട്ടല്, ചെന്നൈയിൽ 2 ഹോട്ടല്, എല്ലാവരും ഇപ്പൊ അങ്ങനെ, എല്ലാരും അങ്ങനെ. നമസ്കാരം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇവിടെ മനുഷ്യന്മാരെ നന്നാക്കാനുള്ള ഒരു ശ്രമം, കുടുംബത്തെ നന്നാക്കാനുള്ള ശ്രമം എത്ര ആൾ ശ്രമിക്കുന്നുണ്ട്? മസ്കന്നാണല്ലോ വീടിന് പറയാ ശാന്തിഗ്രഹം. എന്നത് ശാന്തിഗ്രഹാണോ? വീട്ടിൽ ശാന്തിഗ്രഹാണോ? പോലീസാണ്. നമ്മൾ വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നമ്മൾ ചെന്നാൽ ആ സമയത്തുള്ള അവിടുത്തെ പെരുമാറ്റമൊക്കെ കണ്ടവർക്ക് എന്തോ ഒരു നല്ല കുടുംബ. നമ്മളാട്ട് ഇറങ്ങി 4 സ്റ്റെപ്പാട് വെച്ചാൽ പറയാം. നേരത്തെ പറഞ്ഞിട്ട് ബാക്കി പറയാം. ജയവാൽശ്ശേരി വന്നോണ്ട് അല്ലെ മറ്റോര് വന്നോണ്ടാട്ടാൻ പറയാത്ത പറഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ. ആ സമയത്തുള്ള പോലീസിനപ്പുറത്ത് ഒരു ജീവിതം നമുക്കുണ്ടോ? അള്ളാഹ് കണ്ടുകൊണ്ടിരിക്കും. അത് പറയുമ്പോഴാണ് ഈ സ്വർഗത്തിലേക്ക് കുടുംബസമേതം പോകുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട് സൂറത്ത് റഅദില്. സൂറത്ത് റഅദ് 13-ാമത്തെ അധ്യായമാണ്, 22 മുതലുള്ള വചനമാണ്. കേട്ടോളൂ. സൂറത്ത് റഅദിലെ 22 മുതലുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുകയും. വളരെ പ്രധാനമായ പോയിന്റാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന പോയിന്റാണ്. തങ്ങളുടെ റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ അവലംബിക്കുക. അടിസ്ഥാനപരമായ പ്രയോഗമാണ്. ഈ ആയത്തിന്റെ താഴെ പിന്നെ പറയുന്നതറിയോ? ജന്നാതു അദ്നിൻ യദ്ഖുലൂന വമിൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വമലായികതു യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്. അതൊരു വല്ലാത്ത പ്രയോഗം. എന്താ പറയുന്നത്? അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളിൽ അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായിട്ടുള്ളവർ. കണ്ടോ? പ്രത്യേക പ്രയോഗ. അവരുടെ ഉപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഭാര്യമാരിൽ നിന്ന്, മക്കളിൽ നിന്ന് ഏറ്റവും സദ്വൃത്തരായിട്ടുള്ളവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നിട്ട് അല്ലാഹ് എന്താ പറയണോ? മലക്കുകൾ സ്വർഗത്തിന്റെ 8 വാതിലുകളിൽ നിന്ന് അവരവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലാഹ് പറയുന്നത്. അവരവരെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബുദ്ദാർ. അതാണ് പ്രധാനമായ പോയിന്റ്. നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ. ഇവിടെ എന്താ അങ്ങനെ പറയാൻ? അതായത് ജീവിതത്തിലുടനീളമുള്ള ക്ഷമയാണ് ഒരു മുഅ്മിന്റെ. അത് ഭാര്യ ചിലപ്പോൾ ഒരിക്കലും പൊരുത്തപ്പെടാത്ത പല പ്രവൃത്തിയും ചെയ്യുന്നു. വ്യഭിചാരം ഒഴികെയുള്ള കാര്യമാണ് ഇനി പറയുന്നത്. പരപുരുഷ ബന്ധം ഒഴികെയുള്ള കാര്യമാണ് പറയുന്നത്. നമുക്കൊരിക്കലും പൊറുക്കാത്ത ദൂർത്ത് കാണിക്കുന്നുണ്ടാവാം. മക്കളെ ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ വളരെ അലംഭാവം പുലർത്തിയേക്കാം. ഭർത്താവ് കോളിംഗ് ബെല്ലടിച്ചു, മക്കൾ തുറന്നു കൊടുത്തു, വാപ്പ കയറി വന്നു, ഡ്രസ്സൊക്കെ മാറ്റി, വാപ്പ ക്ഷീണിച്ച് കിടന്നു. പക്ഷേ തിരിഞ്ഞു നോക്കിയതേ ഇല്ല ഭാര്യ. എന്തോ ഒരു വേദനയുള്ളൊരു രംഗാത് ജീവിതത്തില് ശരിക്കും ഭയങ്കരമായ. നിങ്ങൾ നോക്ക്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് നബിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് മനസ്സിൽ കുറിച്ച് വെക്കണം. ഇതൊരു ചെറിയ കാര്യമായിട്ട് എടുക്കണ്ട. എന്തൊക്കെയാണ് നബിയുടെ പ്രകൃതം, ഭാര്യമാരോടുള്ള പ്രകൃതമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറയാണ്, നബി ഒരു യാത്ര പോവുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ എന്നെ ചുംബിക്കും. നബി പറയാണ്, ഭാര്യ എന്ന നിലയിൽ റസൂല് എന്നെ ചുംബിക്കും. വീട്ടിലോട്ട് തിരിച്ചു വന്നാലോ? തിരിച്ചു വന്ന നബി ആദ്യം സലാം പറഞ്ഞ് വീട്ടിൽ കയറും, എന്നിട്ട് പല്ല് തേക്കും. കാരണം യാത്ര കഴിഞ്ഞ് വരികയാണല്ലോ. വായ വൃത്തിയാക്കി പല്ല് തേച്ചിട്ട് നബി എന്നെ ചുംബിക്കും. നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തി, ഒരു ഭർത്താവ്, ആ ഭർത്താവിന്റെ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭാര്യയെ ചുംബിക്കുക ഭയങ്കരമായ ഒരു പോസിറ്റീവ് സ്ട്രോക്കാണത്. നമുക്ക് മനസ്സിലാകുന്നില്ല. ഞാനും ഒരുപാട് കുടുംബ വിഷയത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കല്യാണം കഴിച്ചിട്ട് വളരെ ചെറിയൊരു ഫാമിലി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു വിവാഹപ്രായത്തിൽ കല്യാണം കഴിച്ച് കുറഞ്ഞ കാലത്തിന്റെ. അപ്പോ ഒരു പെൺകുട്ടി എന്നോട് പറയാണ്, അവൾക്ക് അത്രയും സങ്കടമുണ്ട് ഉസ്താദേ, ഒരു ചുംബിക്കാൻ പോലും എന്റെ ഭർത്താവിന് അറിഞ്ഞുകൂടാ. ഭയങ്കര. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെടുത്ത് വരുന്ന ഹാരിസ് ബിൻ സലീമിന്റെ അടുത്ത്, ജൗഹർ മുനവറിന്റെ അടുത്ത്, പിന്നെ ഈ സാധുവായന്റെ അടുത്ത് ആളുകൾ വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞാണ്, ഒന്ന് ചുംബിക്കാൻ അറിഞ്ഞൂടാ എന്റെ ഭർത്താവിന്. തീർച്ചയായും ആ കുട്ടി എവിടെയെങ്കിലും പിഴച്ചു പോയാൽ, നമ്മൾ പണ്ട് അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടിയിൽ പറയുന്നില്ലേ, ഇത് പൊണ്ണൻ, അതായത് പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊണ്ണന്നവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്. ഇതൊരു വല്ലാത്തൊരു. നിങ്ങൾ നോക്കൂ, ഞാൻ ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് വിട്ടു പോകുമ്പോൾ ചുംബിക്കുന്നു, വീട്ടിൽ വരുമ്പോ ചുംബിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഭർത്താവിന്റെ ചുംബനം ഡെയിലി കിട്ടുന്ന ഒരു പെണ്ണിന്
ഓട്ടോറിക്ഷക്കാരന്റെ ഒരു ചുംബനത്തിന് കാത്തു കണ്ടിരുമോ ഭർത്താവ് ഓഫീസിൽ പോയ സമയത്ത്? ചിരിക്കാൻ വേണ്ടി പറയില്ല, ഞാൻ ചോദിക്കുന്നത് മുത്തുനബി എന്തായിരുന്നു എന്ന് പറയാനാ. മുത്തുനബി എന്തായിരുന്നു? ആ സ്നേഹം എന്തായിരുന്നു? ആയിഷാ ബീവിക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന നബിയുടെ, നിങ്ങൾ നോക്കൂ, മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുമ്പോൾ ആയിഷാ ബീവി ഒറ്റ തട്ട് വെച്ചു കൊടുത്തു. നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുര പായസം ഒറ്റ തട്ട് വെച്ചു കൊടുത്ത് താഴെ വീണു, ഉടഞ്ഞു. നബിക്ക് വേണമെങ്കിൽ ചാടിയിട്ട് ആയിഷാ ബീവിയുടെ മുഖത്ത് നോക്കി ഒരു ഒറ്റടിയെ കഴിക്കാം. പക്ഷെ നബി അടുക്കളയിൽ പോയിട്ട് വേറൊരു പാത്രം എടുത്തു കൊണ്ടുവന്ന് അതൊക്കെ വടിച്ചു വാരി അതിൽ വെച്ച് നബിയുടെ റൂമിൽ പോയിരുന്നു. ഒന്നും പറഞ്ഞില്ല, മൗനം അവലംബിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഇന്ന മിൻ അസ്വാജിക്കും വൗലാദിക്കും അദുവ്വുൽ ലക്കും. അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ കഥ കാന ഖുൽഖുഹു അൽ ഖുർആൻ. നബി ഖുർആനാണ് നടപ്പാക്കിയത്. പക്ഷെ ആയിഷാ ബീവിയുടെ മനസ്സ് പതറിപ്പോയി. നബി ഒന്ന് തല്ലിയിരുന്നെങ്കിൽ ആ വിഷയം രൂക്ഷാകുക ചെയ്യാം. പക്ഷെ നബി തല്ലിയില്ലെന്ന് മാത്രമല്ല, നബി കാൽമുട്ട് നിലത്ത് കുത്തിവെച്ച് ആയിഷാ ബീവി ചെയ്ത പണിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏതൊരു ഭാര്യന്റെ മനസ്സും, എന്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നെ കൊണ്ടല്ലേ. ഓടി ആയിഷാ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നിടത്ത് നമ്മൾ നിലത്തങ്ങിട്ടിരിക്കും, ഇനി ഞങ്ങളുടെ നാട്ടിൽ പിന്നെ ചള്ളട്ടിരിക്കുക എന്ന് പറയും. അങ്ങനെ ഇരുന്നിട്ട് രണ്ട് കൈയും നബിയുടെ കാൽമുട്ടിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, താഴെ ഇരിക്കാൻ. നബിയുടെ താഴെ ഇരിക്കാണ്. നബി ഇരിക്കുന്നതിന് കട്ടിൽ നിന്ന് നബിയുടെ കാല് താഴെ, ആ കാലിന് താഴെ ഇരുന്നിട്ട് നബിയുടെ കാൽമുട്ട് കൈ വെച്ചിട്ട് ആയിഷാ ബീവി പറയാണ്, മാപ്പാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീവിയുടെ തലമുടിയിലൂടെ കൈ ഇങ്ങനെ ചാലിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, ഞാനല്ലാതെ ആരാ നിന്നോട് മാപ്പാക്കാൻ? സാരില്ലേ പോട്ടെ, പക്ഷെ ഉടഞ്ഞ പാത്രം മറ്റോട് കോംപ്രമൈസ് ആകുമെന്ന് അറിഞ്ഞില്ല, അവള് കൊടുത്തയച്ചാണ്, അത് കൊടുത്തേക്ക്. എന്തോ ഒരു രസമുള്ള ജീവിതം അല്ലേ ലോകഗുരു. ഈ ലോകത്ത് നിങ്ങൾ എത്ര കുടുംബ സിനിമ ലോകത്തിറക്കിയാലും മുത്തുനബീന്റെ കുടുംബജീവിതത്തോട് ഒക്കുവോ? ബട്ടൺ റസൽ എന്ന് പറഞ്ഞ വിഖ്യാതനായ ഒരു കമ്മ്യൂണിസ്റ്റ് ദാർശനികൻ ഉണ്ടായിരുന്നു, ബട്ടൺ റസൽ. ബട്ടൺ റസല് കല്യാണം, ബട്ടൺ റസലിന് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, ഏലിയറ്റ്. വിഖ്യാതനായ എഴുത്തുകാരനാണ് ശിഷ്യൻ. അപ്പൊ ഏലിയറ്റ് കല്യാണം കഴിച്ചു. ബട്ടൺ റസലിന്റെ ശിഷ്യൻ ഏലിയറ്റ് കല്യാണം കഴിച്ചു. വിവിഎം ഐവുഡ് എന്ന് പറയുന്ന അതീവ സുന്ദരിയായ ഒരു ധനാഢ്യയായ ഒരു പെൺകുട്ടിയെ ശിഷ്യൻ കല്യാണം കഴിക്കുകയാണ്. ശിഷ്യൻ കല്യാണം കഴിച്ചിട്ട് ഗുരു ശിഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ലോകപ്രസിദ്ധനാകണ്ടേ, ഫേമസ് ആകണ്ടേ, എന്നെ പോലെ ലോകം അറിയപ്പെട്ട ഒരാളാവണ്ടേ? അപ്പൊ ആ ശിഷ്യൻ പറഞ്ഞു, അതെ ഇജ്ജ് കല്യാണം കഴിച്ചുകൊണ്ടോന്ന് ഓള എനിക്ക് തരണം. ഒരു ഗുരുനാഥൻ പറയാണ് കേട്ടോ, ലോകത്ത് വലിയ പ്രശംസ പിടിച്ചു പറ്റിയ എഴുത്തുകാരനാണ് ബട്ടൺ റസൽ. 3 കൊല്ലാണ് ശിഷ്യന്റെ ഭാര്യയെ കിടപ്പറയിൽ കൊണ്ടുവന്നത്. ആളുകളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ദാമ്പത്യ ജീവിതം കഴിഞ്ഞ് നടക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങള്. എന്തിന്? വിശ്വപ്രസിദ്ധനായ സാഹിത്യകാരനായിരുന്നു ലിയോ ടോൾസ്റ്റോയ്. ഗാന്ധിജിയോളം ലോകം കണ്ട ആളാണ് ലിയോ ടോൾസ്റ്റോയ്. ലിയോ ടോൾസ്റ്റോയുടെ മരണം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അറിയങ്ങള്? അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് നിരന്തര അടിയായി, അവസാനം ഭാര്യയായിട്ട് പൊരിഞ്ഞ യുദ്ധം, വാക്കേറ്റം. 80 വയസ്സോ 82 വയസ്സോ ആണ് അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, ഇനി നിന്റെ കൂടെ ജീവിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ അദ്ദേഹം ഇറങ്ങി നടന്നു. 80 കിലോമീറ്ററോ 82 കിലോമീറ്ററോ അദ്ദേഹം നടന്നു എന്നാ, ഭാര്യയായിട്ട് പിണങ്ങിയിട്ട് ലാസ്റ്റ് ഈ വയസ്സിൽ. എന്നിട്ട് അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു. ഇത്രയും കിലോമീറ്റർ നടന്നതിന് ശേഷം ഒരു റെയിൽവേ സ്റ്റേഷനിൽ രാത്രി എത്തി അവിടെ ഇരുന്നു. ആ ഇരുത്തത്തിൽ അറ്റാക്ക് വന്ന് അദ്ദേഹം മരിച്ചിട്ട്, ഇത് കഥയല്ല, ലിയോ ടോൾസ്റ്റോയ് ലോകത്ത് ജീവിച്ചിരുന്ന ഒരു സാഹിത്യകാരനാണ്. എന്നിട്ട് രാവിലെ വന്നിട്ട് അവിടെ തൂത്തുവാരുന്ന റെയിൽവേ സ്റ്റേഷൻ അടിച്ചു വൃത്തിയാക്കുന്ന ആൾ നോക്കുമ്പോൾ മഞ്ഞിൽ മൂടിയിട്ടൊരു ബോഡി. ആ മഞ്ഞ് മാന്തി നോക്കുമ്പോൾ ലിയോ ടോൾസ്റ്റോയ് ആയിരുന്നു. എന്നാൽ ലോകഗുരു മരിച്ചത് എങ്ങനെയാ? ആയിഷാ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട്, ആയിഷാ ബീവി കടിച്ച അറാഖിന്റെ കൊള്ളി വായിലിട്ട്, ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമിനീരും നബിയുടെ ഉമിനീരും ഒന്നു ചേർന്ന് മരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ് ഞാൻ. ആര് പറഞ്ഞത്? ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്. ആ ആയിഷാ ബീവിയും നബിയും ജീവിച്ച ജീവിതത്തിന്റെ അയലത്ത് ജീവിച്ചൊരു യുക്തിവാദി ഉണ്ടെന്ന് മാനവ ചരിത്രത്തിൽ. അവർ ജീവിച്ച ഒരു നിമിഷം ജീവിതത്തിന്റെ 50 കൊല്ലത്തില് ആസ്വദിച്ചിട്ടുണ്ട്. അവർ 1 മിനിറ്റിന്റെ സുഖവും സന്തോഷവും. അത് നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന ഇസ്ലാമിക ജീവിതം. ഖദീജ, അനുസരണമാണ് ദാമ്പത്യം. ഒരു സംശയമുണ്ട് നിങ്ങൾക്ക്? ക്ലബ് ഹൗസിലെ ചർച്ച എന്താ അറിയോ? ലിയാഖത്ത് അലി എന്ന് പറഞ്ഞ ചങ്ങായി ചർച്ച ചെയ്യാണ്, ഇസ്ലാമിൽ പെണ്ണിന് സ്വാതന്ത്ര്യമല്ല, കാരണം ഭർത്താവിന്റെ അനുവാദം വാങ്ങിയിട്ടേ ഭാര്യ പോകാവൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്.
ഞാൻ സോഷ്യൽ മീഡിയയിൽ അവനോട് ചോദിച്ചു, എന്റെ കെട്ടിയോളത് നടപ്പാക്കിയുള്ള എന്റെ അവസ്ഥ എന്താ? ഓന്റെ കെട്ടിയോള്, ലിയാഖത്തിന്റെ കെട്ടിയോള് പോവുക രാത്രി 9 മണിക്ക് കുളിച്ചൊക്കെ ഒരുക്കി നല്ല ഡ്രസ്സ് എങ്ങട്ടാ മിണ്ടാണ്ട് ഒത്തിരിക്കുക. കാക്കന്നല്ലേ നിങ്ങൾ ക്ലബ് ഹൗസ് പറഞ്ഞ് അനുവാദം ചോദിക്കരുത് ഇപ്പൊ നിങ്ങൾ നടപ്പാക്കണേ. ഓ മറുപടി അറിഞ്ഞില്ല. അതിന് മറുപടി അറിയാൻ പറ്റുമോ? ഓന് നല്ല സുന്ദരിയായ ഒരു മോളുണ്ട്. ഓളെ പെണ്ണ് കാണാൻ വരികയെന്ന് വിചാരിച്ച ഒരു കുടുംബം. പെണ്ണ് കാണാൻ വരുമ്പോ അമ്മല്ല. അപ്പൊ ചോദിക്കാണ്, ഞാൻ ഇസ്ലാമിക കുടുംബല്ലേ, ഞാൻ എക്സ് മുസ്ലിമാ. ഓളെ എവിടെയുള്ളു അറിഞ്ഞൂടാ. ഇങ്ങനെയാ 2 മണിക്ക് പോകും, 3 മണിക്ക് പോകും, 4 മണിക്ക് പോകും, ചോദ്യമൊന്നുമില്ല. കാരണം ഞങ്ങൾ വളരെ ഫ്ലെക്സിബിലിറ്റിയാണ്. പറഞ്ഞാല് ഇപ്പൊ എണ്ണ ആടെ മൂത്ത് ധരിച്ചിക്കല്ലാണ്ട് അന്തസ്സുള്ള ഒരു കുടുംബത്തിലേക്ക് ഈ മോളെ കൊണ്ടുപോകുക. തള്ള പയച്ചു പോയി എന്നറിയില്ലേ? ഇസ്ലാം അങ്ങനല്ല. ഞാനിനി പറഞ്ഞു ചോദിക്കട്ടെ, ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുന്നു, ഭാര്യനോട് അനുവാദം ചോദിച്ചൂടെ, ഞാൻ പോവാണ്, ഞാൻ എന്ന സമയത്ത് വരുന്നോട്ട്. നല്ല ബന്ധമാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ഒളിച്ചലിന്റെ ആവശ്യമില്ല. റോങ് ആണോ അതൊക്കെ ഉണ്ടാവും ചെയ്യും. അങ്ങോട്ടും ഉണ്ടാവും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ നോക്കൂ, നബി എവിടെയെന്ന് വെച്ചാൽ കൃത്യ ഭാര്യമാർക്ക്. ഒരിക്കൽ പോലും അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് നബിയുടെ പേരിൽ അവർക്കില്ലല്ലോ. അങ്ങനെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ ആ മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഇപ്പൊ നോക്കൂ, ഒരു നല്ല കുടുംബം ഉണ്ടാകാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചെയ്ത എന്താ? മോനെ പള്ളിയുടെ അടുത്ത് കൊണ്ടാക്കി ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. ഇന്ത ബൈത്തിക്കൽ മുഹറം, പടച്ചോനെ ഈ പരിശുദ്ധ ഭവനത്തിന്റെ അടുത്ത്. എന്താ പള്ളിന്റെ പ്രത്യേകത? നബി മദീനത്ത് വന്നപ്പോ ആദ്യം പള്ളി ഉണ്ടാക്കി. പള്ളി ഇല്ലെങ്കിൽ മക്കൾ കേടുന്നു. എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ഒരു സഹോദരി അവരുടെ കുടുംബവേദനകളോ പറഞ്ഞു തുടങ്ങി. സാർ, ഈ നാട്ടിലൊരു പള്ളി, തൊട്ടടുത്തൊക്കെ ചർച്ചും അതും ഇതൊക്കെയാണ്, ഒറ്റ കുട്ടികളും ഞങ്ങളത് ശരിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇബ്രാഹിം നബി മകനെ പള്ളിയുടെ അടുത്താക്കിയത് എന്തിനാ? പടച്ചോനെ നിസ്കാരം നിർത്താൻ. കാരണം ബാങ്ക് കേൾക്കുമ്പോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, എടാ ബാങ്ക് എടുത്തറ പോരാ, ബാങ്ക് കേട്ടില്ലേ, എടാ ബാങ്ക് എടുത്തറ പോടാന്ന് പറയാൻ പറ്റുമോ? അത് കേൾക്കുന്നതിന്റെ പരിധിയിൽ ജീവിക്കുക എന്നുള്ളൊരു ഭാഗ്യമാണ്. അങ്ങനെ ഒരു കുടുംബ സംവിധാനത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാം പരസ്പരം പറഞ്ഞും തുറന്നു പറഞ്ഞും ജീവിതത്തിൽ ആ നിലക്ക് കാര്യങ്ങൾ വിലയിരുത്തിയും നമ്മൾ എത്ര പേർ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്ര പേർ ആ നിലക്ക് ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എത്ര പേർ മക്കളുടെ കാര്യത്തിൽ നിതാന്തമായ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. സുബൈ ബാങ്ക് കൊടുക്കുന്നു, ബാപ്പ എണീച്ച് പള്ളിയിൽ വരും, ഒരു തെറ്റും അയാൾ കൃത്യത്തിന് എണീറ്റ് വരും. ഭാര്യയുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ ആലോചിക്കാനാണ്. ഈ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ചെറിയ 7 വയസ്സ് കഴിഞ്ഞാൽ ആ ആൺകുട്ടിയുടെ കയ്യും പിടിച്ച് പള്ളിയിൽ വരാൻ എത്ര വാപ്പാരി ശ്രമിച്ചിട്ടുണ്ട്. മോനെ നിസ്കരിക്കും, മോനെ നന്മ കൽപ്പിക്കും, മോനെ തിന്മ വിരോധിക്കും. 17ാമത്തെ വചനമാണ് 31-ാം അധ്യായം. അവിടെ യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ, അക്കിമിസ്വല നിസ്കരിക്കും മോനെ. എത്ര രക്ഷിതാക്കൾ കൃത്യമായിട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ഒരു വേദനയും മോൻ അവിടെ കളിച്ചുത്തിരിക്കുക എന്നുള്ളതിൽ നമുക്കില്ല. മഗ്‌രിബ് കഴിഞ്ഞ് ഇശായിന്റെ ഇടക്കാണ് മകൻ ടർഫ് പോയിട്ട് തിരിച്ചു വരുന്നത്. അല്ലെങ്കിൽ മഗ്‌രിബിന് പോയിട്ട് ഇശാവും കഴിഞ്ഞ് 12 മണിയും കഴിഞ്ഞ് 1 മണിക്കാണ് മകൻ വരുന്നത്. ഒരു ടെൻഷനില്ല നമുക്ക്. ഈ ടെറഫുകളൊക്കെ ഹറാമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ടെറഫുകളുടെ മറവിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പലതും ഉപയോഗിക്കുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നുണ്ട്. ഭാവി തലമുറയെ കുറിച്ചാണ് നമ്മുടെ ആശങ്ക. നമ്മളെ കണ്ടു വളരണം. കൃത്യമായ ജാഗ്രതയും പ്ലാനിങ്ങും. മുൻകരുതലുകൾ. സൂറത്ത് ആൽ ഇംറാൻ 200-ാമത്തെ വചനം. വറാബിത്തു എന്നത് മുൻകരുതൽ. അത് യുദ്ധത്തിന്റെ കോപ്പ് കൂട്ടുന്നതിൽ മാത്രമല്ല, ജീവിതത്തിലുടനീളമുള്ള പ്ലാനിങ്ങിനെ കുറിച്ചാണ് ആ പറഞ്ഞത്. ഒരു മുഅ്മിൻ വിജിലന്റ് ആയിരിക്കും, എപ്പോഴും ദീർഘവീക്ഷണമുള്ളവനായിരിക്കും. എന്തെവിടെ വ്യതിയാനമുണ്ടോ അവിടെ സ്നേഹത്തോടുകൂടി മക്കളെ വിളിച്ചിരുത്തി, മോനെ മോളെ, ആരും നമ്മളൊക്കെ പേടിക്കുന്ന ഒരു ലോകത്താ ജീവിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. പെൺകുട്ടികൾ കൂടുതൽ ആൺകുട്ടികളെക്കാൾ വഷളാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പെൺകുട്ടികൾ ബോധപൂർവം വ്യതിചലിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന പച്ചയായ സത്യം ആധുനിക ലോകത്ത് നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ രാഷ്ട്രീയം പറയുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഫറൂഖ് കോളേജിലൊക്കെ ഉണ്ടായ വിഷയത്തിൽ, കേരളത്തിൽ ഉണ്ടാകുന്ന വിഷയത്തിൽ, മുസ്ലിം പെൺകുട്ടികളെ പർദ്ദ കഴിപ്പിക്കുന്നതിൽ, മുസ്ലിം പെൺകുട്ടികളെ തെരുവിലിറക്കുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി സംഘടന ബോധപൂർവം പരിശ്രമിക്കുന്നു. നിങ്ങളുടെ ആരുടെയും രാഷ്ട്രീയ വികാരത്തെ ഞാൻ ചോദ്യം ചെയ്യാം. ഹക്കാണ്. ഒരു വിദ്യാർത്ഥി സംഘടന വളരെ പ്ലാനിങ്ങോടെ, വളരെ ബോധപൂർവമായി അവരുടെ അജണ്ട തന്നെ മുസ്ലിം പെൺകുട്ടികളെ കെടുത്തുക എന്നുള്ളത്. എന്റെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചു ആരാണ്, ഞാൻ പറഞ്ഞു. എല്ലാ കഥ A to Z ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ കരുതണം, വളരെ കരുതണം. നമ്മുടെ ആളുകൾ ഇത് ഏറ്റവും മോശമായി വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന സ്ത്രീകളെ കുറിച്ച് ആർക്കും ഒരു പരാതി ഇല്ലല്ലോ. ചാക്ക് പൊതിഞ്ഞെന്നോ ആരെങ്കിലും പറയല്ലോ. പുറമ്പോക്ക് പോലെ ഇല്ല. തുണിയെടുക്കാത്ത പെൺകുട്ടികളെ പറ്റി ആർക്കും ആക്ഷേപമുണ്ടോ?
ആണിന്റെ തുണി നരിയാണിന്റെ മേലെ കേറുന്നതിന് പരാതി, പെണ്ണിന്റെ തുണി നരിയാന്റെ മേലെ കേറാത്തതിന് പരാതി. ഇത് രണ്ടിന്റെ ഇടയിൽ എങ്ങനെ ജീവിക്കൂ? ഏത്? ആണിന്റെ തുണി നരിയാന്റെ താഴെ പോകാത്തതിൽ പരാതി, പെണ്ണിന്റെ തുണി നരിയാണിമെന്ന് കേറാത്തതിന്റെ പേരിൽ പരാതി. രണ്ടും കൂടി നോക്കണം നിങ്ങളെ, രണ്ടാളെയും നോക്കും നിങ്ങളെ. ഓനെ കംപ്ലൈന്റ് അതാണ്. എല്ലാം കാണിച്ചിരുന്നാലോ. ആധുനികത ആര് നിർവചിച്ചു? അമേരിക്കയിൽ 70% മോഡേൺ ഡ്രസ് ധരിക്കുന്ന സ്ത്രീകളാണ് പീഡിപ്പിക്കപ്പെടുന്നത്. കാനിതാത്തുൻ ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. 4-ാം അധ്യായം 34-ാമത്തെ വചനം. കാനിതാത്തുൻ, അടക്കമുള്ളവൾ, ഒതുക്കമുള്ളവൾ, അടക്കവും ഒതുക്കവും ജീവിതത്തിന്റെ ഭാഗമാക്കിയ പെണ്ണ്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന പെണ്ണ്, ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ എന്ന് പറയുന്ന പെണ്ണ്. റജുലുൻ ദാതു ഇംറഅത്തിൻ വമൻസിബിൻ ഇന്നി യഖാഫുല്ലാഹ്. ഏത് പെണ്ണ് ക്ഷണിച്ചാലും ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറയുന്ന പുരുഷൻ. ഇതാണ് കുടുംബ ജീവിതത്തിന്റെ ബേസ്, ഇതാണ് കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഒറ്റ വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ. കുടുംബനാഥൻ സമ്പൂർണമായ ദീനിലേക്ക് വരും. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. പിന്നെ കുട്ടികളെ പിശാചിന്റെ കാൽപാദങ്ങളെ പിന്തുടരരുത്. അപ്പൊ ബാപ്പാനെ മക്കൾ നോക്കും. ഞാൻ ഒരു കാര്യം പറയാം, ഗുരുനാഥനേക്കാൾ ഖത്തീബിനേക്കാൾ സ്വകാര്യമായി മക്കൾ വീക്ഷിക്കുന്ന ഒരാളെന്നും ഉപ്പയാണ്. ഒരു സംശയവും വേണ്ടട്ടോ. മക്കൾ പറയില്ല. ആൺകുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളും അതേപോലെ തന്നെ റോൾ മോഡലായി കാണാൻ ആഗ്രഹിക്കും ഉമ്മയേക്കാൾ ഉപ്പനെയാണ്. അതൊരു സൈക്കോളജിയാണ്. ഉപ്പ എന്താണെന്ന് മക്കൾ നോക്കും. ഉപ്പ എന്താണ്, ഉപ്പ ഉമ്മയോട് എങ്ങനെ പെരുമാറുന്നു. ഞാൻ ചെറിയൊരു ഉദാഹരണം. എൻ്റെ ഉപ്പയും ഉമ്മയും, എൻ്റെ ഉപ്പാക്ക് 83 വയസ്സായി, എൻ്റെ ഉമ്മാക്ക് 65 വയസ്സ് കഴിഞ്ഞു. 8 വർഷമായിട്ട് ഉമ്മ ഒരു ഭാഗം തളർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ 2 മാസം വെന്റിലേറ്ററിലായിരുന്നു. മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലായിരുന്നു. ഞങ്ങൾ 7 മക്കളാണ്, 4 പെൺകുട്ടികളും ഞങ്ങൾ 3 ആൺകുട്ടികളും. സിറാജുൽ ഇസ്ലാമും ഞാനും മുഹമ്മദ് മുസ്തഫയും. ഞങ്ങളെ വാപ്പ ഉമ്മാനെ സ്നേഹിക്കുന്ന കണ്ടാ വളർന്നത്. എൻ്റെ വാപ്പ PW എഞ്ചിനീയർ ആയിരുന്നു. ഉമ്മ വളരെ സാധാരണക്കാരിയായ ഒരു പപ്പടം പരത്തിക്കൊണ്ടിരുന്ന ഒരു നാടൻ മനുഷ്യന്റെ മോളായിരുന്നു. പക്ഷെ ഉമ്മ ഇപ്പയും തമ്മിലുള്ള സ്നേഹം കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു വാട്ടർ ടാപ്പിൽ കലങ്ങിയ വെള്ളമാണെങ്കിൽ, അല്ല ഒരു ടാങ്കിൽ കലങ്ങിയ വെള്ളമാണെങ്കിൽ ടാപ്പ് തുറക്കുമ്പോൾ കലങ്ങിയ ചളിയും മണ്ണുള്ള വെള്ളമാണ് ഒലിച്ചു വരിക. ടാങ്ക് നല്ല ക്ലീനും ടാങ്കിലെ വെള്ളം ശുദ്ധവുമാണെങ്കിൽ പൈപ്പ് ഓപ്പൺ ചെയ്താൽ അതാവും. അതുപോലെ ബാപ്പയും ഉമ്മയും എന്താണോ അതാണ് താഴോട്ട് പറയുന്നത്. അപ്പൊ ഉമ്മയായിട്ട് തെറ്റുമ്പോൾ വളരെ മോശമായ വാക്ക് പറയുന്ന ഒരാളാണ് ബാപ്പയെങ്കിൽ ഉറപ്പിച്ചോ, നിനക്കുള്ള ആൺകുട്ടി നാളെ അതും അതിനേക്കാൾ ഒന്നുകൂടി ഡബിളായിട്ട്, അതാണ് ഭാവി തലമുറ എന്ന് അറിയുന്നത്, ഒന്നുകൂടി ഡബിളായിട്ടില്ലേ പറയും. നേരെ മറിച്ച് ഉമ്മ എന്ത് പുകലുണ്ടാക്കിയാലും അങ്ങേയറ്റ ക്ഷമയോടുകൂടി ഉമ്മാനെ സ്നേഹിച്ച് തിരുത്തുന്ന. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെ റസൂല് നൽകിയ നിർദ്ദേശം ഉണ്ടല്ലോ. നബി പറയാം, നിങ്ങളെ ഭാര്യമാരെ 100ക്ക് 100 നബി ഒരിക്കലും പറഞ്ഞില്ല, തിരിച്ചും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങളുടെ ഇടകളിൽ നിങ്ങൾക്ക് അതൃപ്തി ഉള്ളത് ഉണ്ടാവാം, എന്നാൽ തൃപ്തിയുള്ളത് കുറെ കാര്യം ഉണ്ടാവും. നിങ്ങൾ ആ തൃപ്തി ഉള്ളതിന്റെ പേരിൽ സന്തോഷിച്ചോളി. ആ ദോഷം വെറുതെ എങ്ങനെ പറഞ്ഞു എന്നും കുത്തി കുത്തി പറയാം ഇല്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, സൂറത്ത് നിസായിലെ 4-ാം അധ്യായത്തിലെ 34 ലോകത്തെല്ലാവരും വിമർശിക്കണം ഭാര്യനെ അടിക്കാന്ന് പറഞ്ഞ വിഷയം. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താ പറയണത്? നിന്റെ അനുസരണ കേട് കാണിക്കുമെന്ന് ഭാര്യയുടെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കിച്ചാൽ നിങ്ങൾ അവളെ ഉപദേശിക്കണം. ഒന്നാമതായി നമ്മളെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഭാര്യമാർ, ഞാനൊക്കെ ചെയ്യാറുണ്ട്, എനിക്ക് നിങ്ങളോട് പറയാൻ അവകാശം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഒരാഴ്ചയോ അന്നോ ഒരാഴ്ചയെങ്കിലും കൂടുമ്പോ, എല്ലാ ദിവസവും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരാഴ്ച കഴിഞ്ഞാൽ വെള്ളി ഇട്ടു വെള്ളി എന്ന് വിചാരിക്കുക. ഒരു വെള്ളി ഇട്ടു വെള്ളി, ഈ വെള്ളി മുതൽ അടുത്ത വെള്ളി വരെ നമ്മൾ ജീവിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഭാര്യനെ അന്ന് രാത്രി, എടി നമ്മളിപ്പോ ഈ ഒരാഴ്ച നിനക്ക് എന്നോട് എന്തെങ്കിലും അതൃപ്തി ഉണ്ടായി, ഈ ആഴ്ചയിൽ എന്റെ പെരുമാറ്റത്തിലോ പ്രവർത്തനത്തിലോ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, ഞാൻ നിന്നോട് പെരുമാറിയ രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് ചോദിക്കുന്നതിന് എന്താ കുഴപ്പം? അതായത് 20 കൊല്ലം ജീവിച്ച 20 കൊല്ലത്തെ അനുഭവം മനസ്സിലിട്ട് ഇങ്ങനെ വെക്കും, കൂട്ടി 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 കൂട്ടി. എന്നിട്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വലിയ പർവ്വതം പോലെ അതിങ്ങനെ ഉള്ളി തോലൊളിച്ചുമായിരിക്കും. ഒരു പ്രബോധകന്റെ അടുത്തൊക്കെ ഇരുന്ന ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഞങ്ങൾ ജീവിക്കാൻ തയ്യാറല്ല നടത്തുള്ളത്. എന്താ കാരണം എന്നറിയോ? അന്നന്ന് രാത്രി എന്തായിരുന്നാലും നമ്മൾ ഒന്നിച്ച് കിടക്കുമല്ലോ.
ആ ഒരു 10 മിനിറ്റ് ഇന്നത്തെ ദിവസം എന്തായിരുന്നു, മക്കൾ എന്താണ്, നമ്മൾ എന്താണ്, നമ്മൾ കറക്റ്റ് ഇന്ന് സുബഹിക്ക് നിസ്കരിച്ചിരുന്നോ, നമ്മുടെ മക്കൾ എഴുന്നേറ്റിരുന്നോ, ഞാൻ നിന്നോട് എന്തെങ്കിലും അവിടെ ഉച്ചക്ക് 4 ആളുള്ള സമയത്ത് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് നിനക്ക് വേദനയായി, ക്ഷമിക്കണം, വികാരം വന്നു പോയതാ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്നേഹമായിരിക്കും, എന്തോ ഒരു സ്നേഹമായിരിക്കും. ഞാൻ ഒരിക്കൽ വായിക്കുന്നത് കൊണ്ട് ചില സാഹിത്യ പ്രയോഗങ്ങളൊക്കെ ഭാര്യമാരോട് നടത്തുമല്ലോ. അപ്പൊ ഞാനൊരിക്കലിന്റെ ഭാര്യനോട് പറഞ്ഞു, 1000 മൈലുകൾ താണ്ടിക്കടന്ന എന്റെ പ്രാണപ്രേയസിക്ക് എന്നിലേക്ക് സ്വാഗതം. ഓള് കടപ്പുറയിലേക്ക് വരും, ഓളും ക്ഷീണിച്ച അഭിഷേക് വരും. ഓ നിങ്ങൾ പ്രസംഗിക്കുക അവിടെ എന്താ നിങ്ങളാ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, 1000 മൈലുകൾ താണ്ടിക്കടന്ന എന്റെ പ്രാണപ്രേയസിക്ക് എന്നിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ 20 കൊല്ലം ഓള് നടന്ന നടപ്പുണ്ടല്ലോ, കിച്ചണിൽ മുതൽ കൊലായിലേക്കും ആ മുറ്റത്തൊക്കെ, അത് മാത്രം കൂട്ടിയാൽ ചൈനയിലോള് 10 വട്ടം പോയി വന്നിട്ടുണ്ടാവും. അങ്ങനെ നടന്ന് ക്ഷീണിച്ച എന്റെ പ്രാണപ്രേയസിക്ക് സ്വാഗതം. ഒക്കെ മനസ്സിലാക്കത്തൊരു അംഗീകാര. ഒരു ഡ്രസ്സൊക്കെ അലക്കി തന്ന നല്ല നന്നായിട്ടുണ്ട് എന്ന് പറയാ. ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈന്റ് ഒറ്റത്തട്ട. എത്ര ആളങ്ങനെ ചെയ്യുന്നത്, എത്ര ആള്, എത്ര 20 കൊല്ലം ഞാനൊക്കെ എന്റെ ഭാര്യനോട് ഇത്ര നീളമുള്ള മുടി ഉണ്ടാവും, പലതവണ ഉണ്ടാവും. കാരണം എന്റെ വീട്ടിലുള്ളത് 6 പെൺകുട്ടികളാണ്, ഒലക്ക മുടിയുള്ളോ. ഞാൻ ആരെങ്കിലും നിങ്ങൾ ആലോചിച്ച്, നമ്മൾ കറിയിൽ ഉപ്പിടും, മുളകിടും, മല്ലിയിടും, മഞ്ഞപ്പൊടി ഇടും, പിന്നെ ചില്ലറ പച്ചക്കറികളൊക്കെ ഇടും. ആരെങ്കിലും ബോധം കൂട്ടത്തിൽ ഒരു പിടി മുടി ഇടുവോ? ഇടൂല, ഉറപ്പല്ലേ? പച്ചക്കറി ഇടുന്നതിന്റെ ഭാഗമായിട്ട് മുടിയും പറിച്ച് എന്തായാലും ഇടൂല. അപ്പൊ അതെങ്ങനെ വന്നായിരിക്കും? ഈ സാധു കിച്ചണിൽ കിടന്ന് ഉരികേന്റെ ഭാഗമായിട്ട് വന്നായി. അത് മെല്ലെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് അങ്ങോട്ടാണ്. മുടി ഇതിൽ വീണു എന്നുള്ളതുകൊണ്ട് ഒരു അപാകതയും ശരീരത്തിന് പറ്റാൻ പോണില്ല, ഒന്നുമില്ല. അത് മെല്ലെ നേരെ വെച്ചാൽ ആ മുടീന്റെ പേരിൽ ആ കുടുംബം തന്നെ മുടിഞ്ഞു വന്ന വിധത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു. ഇവിടെയാണ് ക്ഷമ. അതാണ് സൂറത്ത് റഅദിൽ അല്ലാഹ് പറയുന്നത്, അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കുക, അങ്ങേയറ്റത്തെ ക്ഷമ അവലംബിക്കുക. ആ ക്ഷമക്ക് ഭയങ്കരമായ കൂലിയുണ്ട്. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ ബാലൻസ് തന്നെ അങ്ങേയറ്റത്തെ ക്ഷമയിലാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ മക്കളെ കംപ്ലീറ്റ് നിയന്ത്രിക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യരുത്. കടുത്ത നിയന്ത്രണങ്ങൾ മക്കളിൽ ഡിപ്രഷൻ ഉണ്ടാകും, ഭയങ്കര വെറുപ്പുണ്ടാക്കും മാതാപിതാക്കൾ. അവസരത്തിനൊത്ത് തമാശയിലൂടെ കാര്യത്തിലൂടെ എന്റെ വാപ്പനെ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെ കെട്ടഴിച്ച് പോകാൻ എനിക്ക് പറ്റില്ല. എന്റെ അമ്മന്റെ അടുത്ത് എന്റെ അവരൊരു കണ്ണെപ്പോഴും എന്റെ കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ളൊരു ശൈലി. അതുകൊണ്ട് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുന്നത് അങ്ങേയറ്റത്തെ പഠിപ്പിച്ചു ഓരോ സ്റ്റെപ്പിലും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മാലിൽ കാരക്കൻ മോനെ തുപ്പിക്കണം. പിന്നെ ജീവിതത്തിൽ ആ കുട്ടി ചെയ്യുന്നില്ലല്ലോ. അപ്പുറത്തൊന്നും മൃദുക്ക ഭക്ഷണം നബി കൈപിടിച്ചു, ബിസ്മി ചെല്ല് മോനെ, നിന്റെ ഭാഗത്തുനിന്ന് ഭക്ഷണം കഴിക്കുമോനെ, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാതൃകയാണ്. അബൂ ദുജാന റളിയല്ലാഹു തആല സുബൈ കഴിഞ്ഞ് ഓടുകയാണ് വീട്ടിലോട്ട്. സുബൈ കഴിഞ്ഞിട്ട് ദിവസവും ഓടുമ്പോ പിടിച്ചു വെച്ചു സഹാബത്ത്. എവിടെ പോകുന്നെന്ന് ഒന്നില്ല. എന്റെ വീടിന്റെ അപ്പുറത്തെ വീട്ടിൽ ഈത്തപ്പഴം പാകായിട്ടുണ്ട്, പന നിറയെ പഴമാണ്. അത് എന്റെ മുറ്റത്താ വീഴുക. ഞാൻ സുബൈക്ക് ദിക്റും ദുആയും ഖുർആനത്തും ഒക്കെ കഴിഞ്ഞിട്ടാ വീട്ടിലെത്തുന്നെങ്കിൽ ആ മുറ്റത്ത് നിന്ന് എന്റെ മക്കൾ എടുത്തിട്ട് ഈത്തപ്പഴം തിന്നു. അതില്ലാതിരിക്കാനാണ്. സൂക്ഷ്മതയാണ് മക്കളുടെ കാര്യത്തിൽ. ഹറാമ് വരാതിരിക്കാൻ. ഹലാലും ഹറാമും ലോകത്ത് ഏറ്റവും കൂടുതൽ ഗൗരവമായി കണ്ടൊരു ജനതയല്ലേ നമ്മള്. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതല്ലേ. എല്ലാരും നമ്മുടെ പേരിൽ പഴിചാരുന്നത് ഹറാം ഹലാലിന്റെ പേരിലല്ലേ, അല്ലെ? അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തന്റെ കുഞ്ഞിന്റെ കയ്യിൽ ഒരു ആപ്പിള് കണ്ടു. പുതുമുതൽ സക്കാത്തിന് കൂട്ടിയിട്ട കൂട്ടത്തിൽ ഉള്ള ഒരു ആപ്പിള്. അപ്പൊ അത് അദ്ദേഹം പിടിച്ചിട്ട് അതിലേക്ക് നട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനുശേഷം അദ്ദേഹം വീട്ടിൽ വന്നപ്പോണ്ട് ഇതേ ആപ്പിള് കുട്ടിയുടെ കയ്യിൽ. അപ്പൊ അദ്ദേഹം കോപിഷ്ഠനായി ചെന്ന ഭാര്യ പറഞ്ഞു, അരുത്, ഒന്നും ചെയ്യരുത്. നിങ്ങൾ നേരത്തെ ആപ്പിള് പിടിച്ചിട്ടപ്പോ തുടങ്ങിയ കരച്ചിലാണ് മോൻ, ഈ ആപ്പിൾ അതല്ലാതെ. കണ്ട സെയിമാണ്, പക്ഷെ ഈ ആപ്പിളിനൊരു പ്രത്യേകതയുണ്ട്. കുട്ടിയുടെ കരച്ചിൽ മാറാൻ വേണ്ടി എന്റെ കയ്യിലുള്ള നിങ്ങൾ തന്ന വീട്ടു ചെലവിൽ നിന്ന് എടുത്ത് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയ ആപ്പിളാണ്. ആ സമയത്ത് ഉമർ അബ്ദുൽ അസീസ് പറയുന്ന ഒരു വാക്കുണ്ട് ഭാര്യയോട്, പ്രാണപ്രേയസിയോട് പറഞ്ഞു, എടി നേരത്തെ എന്റെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ആപ്പിള് പിടിച്ചു വാങ്ങിയപ്പോ കരള് പറിക്കുന്ന വേദനയുണ്ട് എനിക്ക്. പക്ഷെ ഒരിക്കലും അനുവദിക്കപ്പെടാത്ത ഒരു ഫുഡ് നമ്മുടെ മക്കളുടെ വയറ്റിലെത്തരുത് എന്ന എന്റെ പിതാവിന്റെ ജാഗ്രത. സയ്യിദ് ഇബ്നു അബീ വഖാസ് പറയാ, ജീവിതത്തിലൊരിക്കലും ഹറാമ് തിന്നാതിരിക്കാൻ ഞാൻ നിതാന്ത ജാഗ്രത പുലർത്തി. ഇനി നിങ്ങൾ നോക്കൂ, ഭാര്യമാര് ഭർത്താക്കന്മാരോട് വീട് വിട്ടു പോകുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട്, ഇയ്യാക വഖസബൽ ഹറാം, ഹറാമിനെ സൂക്ഷിക്കണം, ഹറാമിനെ സൂക്ഷിക്കണം. അപ്പൊ ഹറാമിനെ സൂക്ഷിക്കുക.
ടിവിയും സംഗീതവും മ്യൂസിക്കും അതും ഇതൊക്കെ ആയിട്ടുള്ള നമ്മുടെ വീടിന്റെ അന്തരീക്ഷങ്ങൾ കുറച്ചെടുക്കുക. സൈബർ ഇടങ്ങളിൽ വൃത്തികേടുകളുടെ കണ്ണിന്റെ ഉലച്ചിലുകളെ നിയന്ത്രിച്ചു നിർത്തുക. QHLS പങ്കെടുക്കുക, നേർവഴി കേൾക്കുക, ഇസ്ലാമികമായ ക്ലാസുകൾ കേൾക്കുക. ഇതിലെല്ലാം നമ്മൾ ശക്തമായി ഇൻവോൾവ്ഡ് ആവുക. അങ്ങനെ ഇസ്ലാമീകരിക്കുക നമ്മുടെ കുടുംബത്തെ. പരസ്പരം തെറ്റുകൾ സത്യവിശ്വാസികളും വിശ്വാസിനികളും പരസ്പര മിത്രങ്ങളാണ്. അതുകൊണ്ട് അവർ പരസ്പരം നന്മ കൽപ്പിച്ച് തിന്മ വിരോധിച്ച്. അതാണ് 9-ാം അധ്യായം 71. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 6 മണിയായി. 6:02 മഗ്‌രിബ് ബാങ്ക്. വല്ല ഉളുവൊക്കെ നഷ്ടപ്പെട്ടവർക്ക് ഉളുവൊക്കെ എടുത്ത് തിരിച്ചു വരാം. മഗ്‌രിബ് നിസ്കരിച്ച് നമുക്ക് പിരിയാം. എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, മാഷാ അല്ലാഹ്, റോഡ് സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു പള്ളിയുണ്ട്. ഈ പള്ളിയോട് കൂറു പുലർത്തുക എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട ഹറാം മസ്ജിദുൽ ഹറമിനെ കുറിച്ച് പറഞ്ഞ ഇതിന്റെ ചുറ്റുവട്ടത്തുള്ളവർക്ക് പ്രകാശം നൽകുന്ന ലൈറ്റ് ഹൗസ്. അപ്പൊ ഇതിന്റെ പരിസരത്തുള്ള യുവത്വത്തിനും എല്ലാവർക്കും, മനുഷ്യർക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടൊരു തലമുറ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ ക്യാൻവാസ് ചെയ്തോണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ എന്തെങ്കിലുമൊക്കെ 1-2 പരിപാടി അങ്ങനെയല്ല. ഈ കമ്മിറ്റിന്റെ ആളുകളൊക്കെ എല്ലാ വീട്ടിലും കയറി ചെല്ലുകയും എല്ലാ മനുഷ്യരായിട്ട് നല്ല ബന്ധം പുലർത്തുകയും അവരിലേക്ക് നന്മ പ്രസരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് നോക്കിയാൽ ഏറ്റവും മാതൃകായോഗ്യമായ കുടുംബമാണ് ഈ മസ്ജിദിനെ ചുറ്റിപ്പറ്റിയുള്ളതെന്ന് പറയുന്നൊരവസ്ഥ. അപ്പുറത്തെ വീട്ടിലെ, അതായത് അറബിയിൽ കുത്തുബ കേൾക്കുന്ന വീട്ടിലെ കുട്ടിയും മലയാളത്തിൽ കുത്തുബ കേൾക്കുന്ന വീട്ടിലെ കുട്ടിയും ഒരേ സംസ്കാരമുള്ളവനായാൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നിടത്തേക്ക് നമ്മൾ വളരുകയും നമ്മുടെ കുടുംബത്തെ അല്ലാഹു പഠിപ്പിച്ച പോലെ, റസൂൽ പഠിപ്പിച്ച പോലെ, സച്ചരിതർ നമുക്ക് മാതൃക കാണിച്ച പോലെ ഭംഗിയുള്ള ഒരു മാതൃകാ കുടുംബത്തെ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നിതാന്ത ജാഗ്രത പുലർത്തുക. ഇന്നേ നമ്മൾ ശ്രദ്ധിച്ച് നല്ലൊരു തലമുറയുണ്ടാക്കിയാൽ ഇതിന്റെ പരിസരത്ത് ഭാവി തലമുറ ഗംഭീരമായിരിക്കും. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اغفر لنا ولاخوان الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.